വചന ശുശ്രൂഷയ്ക്കായിട്ട് സ്വാഗതം ചെയ്യുന്നു. ദൈവനാമത്തിന് മഹത്വം. പിന്നീടും ഏകദേശം 3-4 ആഴ്ചകൾക്ക് ശേഷം ബോസ്റ്റൺ പ്രയർ ലൈൻ നിങ്ങളോടായിപ്പാൻ ദൈവം സഹായിച്ചവരെ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഈ പ്രഭാത സമയത്ത് ദൈവത്തെ നമുക്ക് ആരാധിപ്പാനും ദൈവവചനത്തിൽ നിന്ന് കേൾപ്പാനും ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുന്ന വിധങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ വേദവചന ചിന്തയ്ക്കായി നമുക്ക് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 12-ഉം 13-ഉം വാക്യങ്ങൾ വായിക്കാം. കുറിവാക്യമായി 12-13 നമുക്ക് ആദ്യം വായിക്കാം. 1 കൊരിന്ത്യർ 10-ന്റെ 12-ഉം 13-ഉം. ആകയാൽ താൻ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. താങ്ക് യു പെണ്ണുമാൻഡി. വളരെ പരിചിതമായൊരു 2 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ഇതിൻ്റെ ഒരു ടൈറ്റിൽ, ഒരു ആമുഖം അല്ലെങ്കിൽ ഒരു ഹെഡിങ് കൊടുക്കുകയാണെങ്കിൽ ഞാൻ പറയും ദൈവമക്കൾക്കുള്ള ഏറ്റവും വലിയൊരു മുന്നറിയിപ്പാണ് ഈ 2 വാക്യങ്ങൾ. പ്രത്യേകിച്ച് 12-ാം വാക്യത്തിൽ പൗലോസ് കൊടുക്കുന്നത്. നമുക്കിതിൻ്റെ പശ്ചാത്തലം അറിയാം. കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ ലേഖനമാണ്. കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ ഈ 10-ാം അധ്യായം എന്ന് പറയുന്നത് അതിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് വായിക്കുകയാണെങ്കിൽ 40 വർഷം ഇസ്രായേൽ മക്കൾക്ക് ഇസ്രായേലിൽ നിന്ന് കനാനിലേക്ക് പോയ അവരുടെ യാത്രയിൽ നേരിടേണ്ടി വന്ന പ്രയാസങ്ങളും അവരുടെ അനുസരണക്കേടും അവരുടെ ദൈവത്തോടുള്ള പ്രതികരണവും തൽഫലമായി അതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളേണ്ട പാഠങ്ങളുമാണ് പൗലോസ് ഏതാണ്ട് 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. എന്നിട്ടാണ് 12-ഉം 13-ഉം പൗലോസ് നമുക്കൊരു ആപ്ലിക്കേഷൻ എന്ന രീതി, നമുക്കൊരു പ്രാവർത്തിക മേഖലയിലേക്ക് ഈ ഉദാഹരണത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ പാഠങ്ങൾ ഉൾക്കൊള്ളാം, അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രായോഗിക തലത്തിലേക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് 12-ലും 13-ലും പൗലോസ് പറയുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥമായി മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് 1-ാം വാക്യം മുതൽ വായിക്കേണ്ടി വരും. വായിക്കുന്നതിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. അപ്പം 10-ാം അധ്യായം പൗലോസ് തുടങ്ങുന്നത്, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. ഏതാണ്ട് 5 വിധ അനുഗ്രഹങ്ങളാണ് ഇസ്രായേൽ മക്കൾ അവർ ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട് കനാനിൽ എത്തുന്നതിന് മുമ്പ് ഏകദേശം 5 വിധ അനുഗ്രഹങ്ങൾ പൗലോസ് ചുരുക്കമായി ഈ ആദ്യത്തെ 5-6 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നുണ്ട്. എന്താണ് അനുഗ്രഹങ്ങൾ? ഇസ്രായേൽ മക്കൾക്ക് ലഭിച്ച 5 വിധ അനുഗ്രഹങ്ങൾ ചുരുക്കി പൗലോസ് എങ്ങനെയാണ് പറയുന്നത്? പൗലോസ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. അതാണ് ദൈവത്തിന്റെ ഒരു ഗൈഡൻസ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു ആത്മീക മാർഗനിർദ്ദേശം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത്. ദൈവം അവരെ സംരക്ഷിച്ചു. ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ, ദൈവത്തിന്റെ സംരക്ഷണം അവർ അതിയായി അനുഭവിച്ചതായാണ് പൗലോസ് 1-ാം വാക്യത്തിൽ പറയുന്നത്. നമ്മളെല്ലാവരും മേഘത്തിൽ, അഗ്നിസ്തംഭവും മേഘസ്തംഭം, നമ്മളത് പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ദൈവത്തിന്റെ സംരക്ഷണം അനുഭവിച്ച ഇസ്രായേൽ മക്കളെയാണ് നമ്മളിവിടെ കാണുന്നത്. രണ്ടാമത് പൗലോസ് പറയുന്നത് സമുദ്രത്തിലൂടെ കടന്നു. സമുദ്രത്തിലൂടെ നമുക്കറിയാം, ചെങ്കടലിലൂടെ കടന്ന അനുഭവം നമുക്കറിയാം. വളരെ മിറാക്കുലസ് ആയിട്ട് ദൈവം അവരെ രക്ഷിച്ച കാര്യമാണ് പൗലോസ് അവിടെ പറയുന്നത്. വളരെ അത്ഭുതകരമായ വണ്ണം ദൈവം അവരെ രക്ഷിച്ചു. മൂന്നാമത് പറയുന്നത് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. അതായത് നമ്മുടെ സ്നാനത്തിന്, ക്രിസ്തീയ സ്നാനത്തിന് ഒരു ഫോർഷാഡോ എന്ന നിലയിൽ, ഒരു നിഴൽ എന്ന നിലയിലാണ് ഈ സ്നാനത്തെ ദൈവം പൗലോസ് കാണുന്നത്, അല്ലെങ്കിൽ പരിശുദ്ധാത്മ പൗലോസിലൂടെ പ്രബോധിപ്പിക്കുന്ന അങ്ങനെയാണ്. മോശയോട് സ്നാനമിട്ട്, മോശ നമുക്കറിയാം കർത്താവിന് നിഴലാണ്, യേശു ക്രിസ്തുവിന് നിഴലാണ്. അതായത് നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ കാണുന്ന പോലെ ക്രിസ്തുവോട് ചേരുന്ന നാം, ആ ഒരു അനുഭവം തന്നെയാണ് ഇസ്രായേൽ മക്കൾ പഴയ നിയമത്തിൽ അനുഭവിച്ചത്. മോശയോട് ചേർന്നു ആ സ്നാനത്തിലൂടെ. അതായത് മോശയോട് അവർ ഐഡന്റിഫൈ ചെയ്തു. മോശയാണ് അവരുടെ ലീഡർ പഴയ നിയമത്തിൽ. മോശയോട് കൂടി ചേർന്ന് അവർ ആ യാത്ര നടത്തി. അതായിരുന്നു 3-ാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത്. 4-ാമത്തെ അനുഗ്രഹം എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്നു. നമുക്കറിയാം സ്വർഗത്തിൽ നിന്ന് ലഭിച്ചവർക്ക് മന്ന ലഭിച്ചു. അത് ചിലർക്ക് മാത്രമല്ല, ഇസ്രായേൽ മക്കളായിരുന്ന എല്ലാവർക്കും ആത്മീക ആഹാരം ദൈവം നൽകി. പിന്നീട് പറയുന്നത് എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. പാറയിൽ നിന്ന് വെള്ളം നൽകിയ ദൈവം, അവർക്ക് ദാഹിച്ചപ്പോൾ വെള്ളം നൽകിയ ദൈവം, അങ്ങനെ ദൈവം അവരെ മിറാക്കുലസ് ആയിട്ട് അത്ഭുതകരമായി വഴി നടത്തി. ഇങ്ങനെ 5 വിധ അനുഗ്രഹങ്ങളാണ് ഇസ്രായേൽ മക്കളെ പറ്റി, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളായിട്ട് പൗലോസ്
ഈ 1 കൊരിന്ത്യർ ലേഖനത്തിൽ അതിന്റെ 10-ാം അധ്യായത്തിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ 1 വാക്യം മുതൽ നോക്കുകയാണെങ്കിൽ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. ഈ ഒരു ഗൈഡൻസ്, ഈ ഒരു മാർഗനിർദ്ദേശം അല്ലെങ്കിൽ ഈ ഒരു സംരക്ഷണം ഇസ്രായേൽ മക്കൾക്ക് ലഭിച്ചിട്ടും എന്നാണ് പൗലോസ് പറയുന്നത്. ഇത് ലഭിച്ചിട്ട് പോലും അവർ ദൈവത്തോട് മറുതലിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതം നാം നോക്കുകയാണെങ്കിൽ നമുക്കും ഇത് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ ഇതേ 5 വിധ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഇതിനപ്പുറമായി, ഇതിനിരട്ടിയായി, എത്രയോ ഇരട്ടി അനുഗ്രഹങ്ങളാണ് നാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നത്. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. അത് ദൈവത്തിന്റെ സംരക്ഷണയെ കാണിക്കുന്നത്. ദൈവം നമ്മളെ എത്ര മനോഹരമായി, എത്ര അതിശയകരമായാണ് ഓരോ ദിവസവും നടത്തുന്നത് അല്ലേ. നമ്മുടെ പൂർവ്വകാലം എടുത്തു നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഭൂതകാലം എടുത്തു നോക്കുകയാണെങ്കിൽ, നമ്മുടെ യോഗ്യത നോക്കിയാണെങ്കിൽ ദൈവത്തിന് നമ്മെ സംരക്ഷിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ദൈവത്തോട് എത്ര തവണ മറുതലിച്ചു, നമ്മൾ ദൈവത്തോട് എത്ര തവണ പരാതികൾ പറഞ്ഞു, എത്ര തവണ നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞു. ദൈവം നടത്തിയ വിധങ്ങളെ മറന്നുകൊണ്ട് നാം എത്ര നാളുകൾ ദൈവത്തെ മറന്നുകൊണ്ട് നാം ഈ ലോകത്തിൽ ഓടി. എന്നിട്ടും ദൈവം നമുക്ക് നൽകിയ സംരക്ഷണം, ദൈവം നമ്മെ ആപത്തിനർത്ഥങ്ങളിൽ നിന്നും രോഗത്തിൽ നിന്നും മരണത്തിൽ നിന്നൊക്കെ നമ്മെ വിടുവിച്ചു. അതിന് കാരണമായാണ് നമ്മളിപ്പോൾ ബോസ്റ്റൺ പ്രയർ ലൈനിൽ, സൂം ലൈനിലായിരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ സംരക്ഷണം നാം എപ്പോഴും ഓർക്കണം. നാം ഇപ്പോൾ പോകുന്ന അവസ്ഥ എന്താണെങ്കിലും പൂർവ്വകാലങ്ങളിൽ ദൈവം നമുക്ക് നൽകിയ സംരക്ഷണം മറക്കുവാൻ പാടില്ല, വിസ്മരിക്കുവാൻ പാടില്ല. അതിനുള്ള സ്മരണ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവണം, മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. അതാണ് ഇസ്രായേൽ മക്കൾ നൽകുന്ന ആദ്യത്തെ പാഠം എന്ന് പറയുന്നത്. ഇസ്രായേൽ മക്കളെ ദൈവം മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു. അവരുടെ യോഗ്യത കണ്ടിട്ടല്ല, അല്ലേ, അവര് ദൈവത്തെ പ്രസാദിപ്പിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടൊന്നുമല്ല. കാരണം അവരെ ദൈവത്തെ പ്രസാദിപ്പിച്ചൊന്നുമില്ല. അപ്പൊ ദൈവത്തിന് അവരുടെ ആരാധന മൊത്തം കിട്ടുമെന്ന് വിചാരിച്ചൊന്നുമല്ല ദൈവം അവരെ രക്ഷിച്ചത്, ദൈവം അവരെ സംരക്ഷിച്ചത്. ദൈവത്തിന് അവരോട് മനസ്സലിവ് തോന്നി, ദൈവത്തിന് അവരോട് സ്നേഹം തോന്നി, ദൈവത്തിന് അവരോട് കരുണ തോന്നി. അതേ കരുണ തന്നെയാണ് പാപത്തിന്റെ ചേറ്റുകുഴിയിലായിരുന്നു നമ്മോടും ദൈവം കാണിച്ചത്. തീത്തോസിന്റെ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട് 3-ാം അധ്യായത്തില് ദൈവത്തിന് നമ്മോട് കരുണ തോന്നി, നമ്മോട് കൃപ തോന്നി. അങ്ങനെ കരുണ തോന്നിയാണ് ദൈവം നമ്മെ രക്ഷിച്ചത്. അല്ലാതെ ദൈവം നമ്മെ സംരക്ഷിച്ചതിന് പ്രത്യേകിച്ച് യാതൊരുവിധ കാരണവും നമ്മുടെ ഭാഗത്തു നിന്നും നമുക്ക് പറവാനില്ല. ആ സംരക്ഷണം അത്ര വലുതാണ്. ആ സംരക്ഷണം നമ്മെ പാപത്തിൽ നിന്ന്, ഏറ്റവും വലിയ ആപത്ത് എന്ന് പറയുന്നത് പാപമാണ്. ആ പാപത്തിന്റെ ആപത്തിൽ നിന്നാണ് ദൈവം നമുക്ക് സംരക്ഷണം നൽകിയത്. ദൈവം ഒരു ഗാർഡായിട്ട് നിൽക്കുകയാണ്. തന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ഡൗൺ പേയ്മെന്റ് ആയിട്ട്, എഫെസ്യ ലേഖനം 1:14 നമ്മളത് വായിക്കുന്നുണ്ടല്ലോ, ഡൗൺ പേയ്മെന്റ് ആയിട്ട് നൽകി തന്നിരിക്കുകയാണ്. ആ പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാ ദിവസവും ഗാർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ്? പാപത്തിൽ നമ്മെ അനുദിനം വിടുവിപ്പാൻ, നമ്മെ വിശുദ്ധീകരിപ്പാൻ. അങ്ങനെ പാപത്തിൽ നിന്ന് എല്ലാ ദിവസവും ദിനം പ്രതി നമ്മെ വിശുദ്ധീകരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിനെയാണ് ദൈവം നമ്മുടെ ഉള്ളിൽ ദാനം ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള സംരക്ഷയാണ് ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത്. അതായത് ഒരു പ്രാവശ്യം നാം രക്ഷിക്കപ്പെട്ടപ്പോൾ മാത്രം നൽകിയ സംരക്ഷണയല്ല, മറിച്ച് ആ സംരക്ഷണത്തിൽ തുടങ്ങി എല്ലാ ദിവസവും ആത്മീയമായി ചിന്തിക്കുകയാണെങ്കിൽ പാപത്തിൽ നമുക്ക് സംരക്ഷണം നൽകുന്നു. ഇനി ഭൗതിക തലത്തിൽ നാം ചിന്തിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ലൗകിക തലത്തിൽ നാം ചിന്തിക്കുകയാണെങ്കിൽ, നമ്മുടെ പ്രാണനെയാണ് അവൻ സംരക്ഷണ ചെയ്യുന്നത്, അല്ലേ. നമ്മുടെ പ്രാണനെ അവൻ വിടുവിച്ചു. നമ്മുടെ പ്രാണനെ, ദൈവത്തിന്റെ സമയം ആകാതെ നമ്മുടെ പ്രാണൻ നമ്മളിൽ നിന്ന് പോകില്ല, നമ്മുടെ ആത്മാവ് നമ്മളിൽ നിന്ന് പോകില്ല. ആ ദൈവത്തിന്റെ സമയം വരെ ദൈവം നമ്മെ സംരക്ഷിക്കുക ചെയ്യുന്നത് ഈ ഭൂമിയിൽ. അത്രത്തോളം വിലയേറിയതാണ് ദൈവത്തിന് നമ്മുടെ ജീവൻ. എന്നാൽ നമുക്ക് ദൈവം വിലയേറിയതാണോ എന്നുള്ള ചോദ്യമാണ് എനിക്ക് ആദ്യം എന്ന് ഉയർത്തുവാനുള്ളത്. ഈ ആദ്യത്തെ വാക്യം വായിച്ചിട്ട്, സഹോദരന്മാർ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. അതേ സംരക്ഷണം, അതിലധികമായ സംരക്ഷണം ദൈവത്തിന് നാം പ്രാപിച്ചിട്ട്, ദൈവത്തിന് നമുക്ക് ലഭിച്ചിട്ട്, നാം ദൈവത്തിന് വിലയേറിയതാണ്, അത് നമുക്കറിയാം. അതുകൊണ്ടാണ് ദൈവം നമ്മെ രക്ഷിച്ചത്, അതുകൊണ്ടാണ് ദൈവം നമുക്ക് കൃപ നൽകി തന്നത്, കരുണ നൽകി തന്നത്. എന്നാൽ ദൈവം നമുക്ക് വിലയേറിയതാണോ എന്നുള്ള ചോദ്യമാണ് നാം നമ്മോട് തന്നെ ആദ്യം ചോദിക്കേണ്ടത്. ദൈവം നമുക്ക് വിലയേറിയതാണെങ്കിൽ, നമുക്ക് ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ, നമുക്ക് ദൈവത്തോട് പ്രിയമുണ്ടെങ്കിൽ, നാം ദൈവത്തിന്റെ സംരക്ഷണം വിലയേറിയതായി കരുതുന്നുണ്ടെങ്കിൽ, ദൈവത്തെ നാം എത്രമാത്രം സ്തുതിക്കണം, ദൈവത്തെ നാം എത്രമാത്രം ആരാധിക്കണം, അല്ലേ. അതാണ് ഈ രാവിലെ സമയം, പ്രഭാത സമയം എനിക്ക് ആദ്യമായി പറയാനുള്ളത്. ദൈവത്തിന്റെ സംരക്ഷണം അല്ലെങ്കിൽ ദൈവത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ നാം വിലയേറിയതായി കരുതുന്നുണ്ടെങ്കിൽ ദൈവത്തെ ഇങ്ങനെ ആരാധിച്ചാൽ പോരാ. നമ്മുടെ ജീവൻ നൽകി, നമ്മുടെ ജീവിതം മൊത്തമായി മുഴുവനായി, നമ്മുടെ ജീവൻ ചില്ലറയായല്ല, നമുക്ക് തോന്നുമ്പോൾ മാത്രമല്ല, നമുക്ക് ആഗ്രഹമുള്ളപ്പോൾ മാത്രമല്ല, മറിച്ച് അനുദിനം എല്ലാ നിമിഷവും
നാം നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് ആരാധനയായി കഴിക്കണം. അങ്ങനെ അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ സംരക്ഷണയിൽ നിന്ന് നമുക്ക് ദൈവത്തുള്ള പ്രതികരണം എങ്ങനെയായിരിക്കണം? നമ്മുടെ ആരാധനയായിരിക്കണം നമ്മുടെ പ്രതികരണം. ദൈവത്തെ വിലയേറിയതായി നാം കരുതണം. ദൈവത്തെ വിലയേറിയതായി നാം കരുതുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ സംരക്ഷണം വിലയേറിയതായി നാം കരുതുന്നുണ്ടെങ്കിൽ, നാം ദൈവത്തെ ആരാധിക്കും. ഇത്രയും സ്നേഹിച്ചാൽ പോരെ എന്ന് പാട്ടുകാരൻ പറയുന്ന പോലെ, ഇത്രയും ആരാധിച്ചാൽ പോരാ, എനിക്കുള്ളതിനേക്കാൾ, എൻ ജീവനേക്കാൾ നാം ദൈവത്തെ ആരാധിക്കണം. അങ്ങനെ ദൈവത്തെ നാം കരുതണം. എന്നിട്ട് 2-ാം വാക്യത്തിൽ പറയുന്നത്, എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. അതായത് 2-ാമത്തെയും 3-ാമത്തെയും അനുഗ്രഹമാണ് നമ്മളിപ്പോൾ വായിച്ചത്. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. അപ്പോൾ നമ്മൾ ആദ്യം വായിച്ചു ദൈവത്തിന്റെ സംരക്ഷണം അവരനുഭവിച്ചു. 2-ാമത് എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു. ചിലരല്ല, നമുക്കറിയാം എല്ലാവരും സമുദ്രത്തിൽ. പുറപ്പാട് പുസ്തകത്തിലെ ആ വാക്യം നമുക്കറിയാം, ആ പാസേജ് നമുക്കറിയാം, അതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. മിസ്രൈമിൽ നിന്ന് ഇവർ പോന്നു, അല്ലേ? മിസ്രൈമിൽ നിന്ന് ദൈവം അവരെ രക്ഷിച്ചു. എങ്ങോട്ടാണ് രക്ഷിച്ചത്? കനാൻ ദേശത്തിലേക്ക് കടക്കുവാനാണ് ഇവരെ ഏവരെയും രക്ഷിച്ചത്. ചിലർ മാത്രം കടക്കണം എന്നുള്ളതല്ല, എല്ലാവരും കടക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ദൈവം എല്ലാവരും രക്ഷിച്ചത്. അല്ലെങ്കിൽ ആ യോശുവയും കാലേബിനെ മാത്രം രക്ഷിച്ചാൽ മതിയായിരുന്നല്ലോ. എന്നാൽ അങ്ങനല്ല ദൈവം കാണിച്ചത്. ദൈവം പക്ഷപാതം കാണിക്കുന്ന ദൈവമല്ല, പക്ഷാഭേദം കാണിക്കുന്ന ദൈവമല്ല. അതിൽ നമുക്ക് മനസ്സിലാവുന്നത് ദൈവം പക്ഷപാതം കാണിക്കുന്ന ദൈവമല്ല. ഈ ദൈവം എല്ലാവരെയുമാണ് മിസ്രൈമിൽ നിന്ന്, ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ചത്. അവരെല്ലാവരുമാണ് അവിടുന്ന് യാത്ര തുടങ്ങിയത്. ചിലർ മാത്രമല്ല യാത്ര തുടങ്ങിയത്, അവരെല്ലാവരും യാത്ര തുടങ്ങി. അതേ എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു. അതായത് ചെങ്കടൽ എന്ന അനുഭവം. നമ്മൾ പാട്ടുകളൊക്കെ പാടുന്നത്, ഫറവോന് ഞാൻ ഇനി അടിമയല്ല. നമ്മൾ ഈ ചെങ്കടലിനോടനുബന്ധിച്ചുള്ള ഒരുപാട് പാട്ടുകളൊക്കെ നമ്മൾ പാടുന്നുണ്ട്. ചെങ്കടൽ എന്ന അനുഭവം എന്ന് പറയുന്നത് അവർക്കതൊരു അത്ഭുതമായിരുന്നു. ചിറ പോലെ വെള്ളം നിൽക്കുന്ന അനുഭവം എന്ന് പറയുന്നത് നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ നമ്മൾ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. എങ്കിൽ പോലും ഈ രാവിലെ സമയത്ത് ചിന്തിച്ച് നോക്ക്, നമ്മുടെ പുറകിൽ ഒരു സൈന്യം, നമുക്ക് മുൻപിൽ ചെങ്കടൽ, അല്ലേ? നമ്മുടെ മുമ്പിൽ ചെങ്കടൽ നിൽക്കുകയാണ്, നമ്മുടെ പുറകിൽ സൈന്യം നിൽക്കുകയാണ്. നാം എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്നിടത്താണ് ദൈവം ഒരു അത്ഭുതം കാണിക്കുന്നത്. ദൈവം മോശയോട് പറഞ്ഞ്, അങ്ങനെ മോശ കൈനീട്ടി അല്ലെങ്കിൽ വടി നീട്ടി ചെങ്കടൽ വിഭാഗിച്ചു, അല്ലേ? ചെങ്കടൽ വിഭാഗിച്ച് അതിന്റെ നടുവിലൂടെയാണ് ഇവർ യാത്ര ചെയ്യുന്നത്. ആ അനുഭവം എന്ന് പറയുന്നത് അതൊരു അത്ഭുതമാണ്. അത് ഇന്നേ വരെ മിസ്രൈമിൽ അവരായിരുന്നിട്ട് അവർ അത്ഭുതം കണ്ടിട്ടില്ല. ഇസ്രായേൽ മക്കൾ കാണുന്ന ഏറ്റവും വലിയ ദൈവത്തിന്റെ ഒരു അത്ഭുതമാണ് ഫറവോന്റെ സൈന്യത്തിൽ നിന്ന് ചെങ്കടലിൽ കൂടിയുള്ള അവർ നേരിട്ട അല്ലെങ്കിൽ അവർ അനുഭവിച്ച വിടുതൽ. അങ്ങനെ അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു, എല്ലാവരും ചെങ്കടലിലൂടെ കടന്നു. ചിറ പോലെ നിന്ന ചെങ്കടലിന്റെ നടുവിലൂടെയാണ് ദൈവം അവരെ വഴി നടത്തിയത്. അത് ആ അത്ഭുതത്തിന്റെ ഒരു ഇന്റൻസിറ്റി അല്ലെങ്കിൽ ആ അത്ഭുതത്തിന്റെ ഒരു ഫ്രീക്വൻസി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, അതിന്റെ ഒരു ഇന്റൻസിറ്റി ചിന്തിക്കുകയാണെങ്കിൽ അത്ര വലിയ ഒരു അത്ഭുതമാണ്. അതായത് മിസ്രൈമിൽ അടിമത്തത്തിലായിരുന്നവരാണ്. ഫറവോൻ പറയുന്നത് കേട്ട് ഫറവോന്റെ അടിമകളായി ജീവിച്ച ഒരു കൂട്ടം ജനം, അവരെല്ലാവരും ദൈവം മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു. എങ്ങോട്ടാണ്? കനാൻ ദേശത്തിലേക്ക് പോകുവാൻ. അങ്ങനെ കനാൻ ദേശത്തിലേക്ക് പോകാൻ അവരെ വിടുവിച്ച് അവർ ചെങ്കടലിലൂടെ കടന്നു, ആ സമുദ്രത്തിലൂടെ കടന്നു. 3-ാമത് പൗലോസ് പറയുന്നത് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. അതായത് ആ അനുഭവത്തെ സ്നാനത്തോടാണ്, ക്രിസ്തീയ സ്നാനത്തോടാണ് പൗലോസ് ഉപമിക്കുന്നത്. അല്ലെങ്കിൽ ഇൻ അതർ സെൻസ് നമ്മൾ ലേഖനങ്ങളിൽ കാണുന്ന, ഇംഗ്ലീഷിൽ കാണുന്ന ബാപ്റ്റൈസ്ഡ് ഇൻ ടു ക്രൈസ്റ്റ്, രക്ഷയുടെ അനുഭവം തന്നെയാണ് അത്. ബാപ്റ്റൈസ്ഡ് ഇൻ ടു ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോട് സ്നാനം ഏൽക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പ്രൊക്ലമേഷനാണ്. നാം വെള്ളത്തിൽ സ്നാനം ഏൽക്കുക എന്നുള്ളത്. നമ്മൾ ആദ്യം രക്ഷിക്കപ്പെടുമ്പോൾ നാം ക്രിസ്തുവിനോട് ചേരുന്നു. ഇൻ ക്രൈസ്റ്റ് എന്ന അനുഭവം ഉണ്ടാകുന്നു. ക്രിസ്ത്യൻ എന്ന അനുഭവം നമുക്കറിയാം, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പൗലോസ് ഉപയോഗിക്കുന്നില്ല. ഇൻ ക്രൈസ്റ്റ് എന്നുള്ള അനുഭവം അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പൗലോസ് തന്നെ ലേഖനങ്ങൾ ഉപയോഗിക്കുന്നത്. അതിന്റെ ഒരു പ്രൊക്ലമേഷൻ, നാം പബ്ലിക്കലി നമ്മളത് പ്രൊക്ലെയിം ചെയ്യുന്നതിന് ഭാഗമായാണ് നാം ക്രിസ്തീയ സ്നാനം, മുഴുകൽ സ്നാനം വെള്ളത്തിലേൽക്കുന്ന, വിശ്വസിച്ച് സ്നാനമേൽക്കുന്നതിന്റെ ഭാഗമാണത്. അപ്പോൾ അതേ അനുഭവം, അതിൻ്റെ ഒരു നിഴലാണ് നാം ഇവിടെ കാണുന്നത്. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ക്രിസ്തുവിന് നിഴലാണ്. അങ്ങനെ മോശയോടുകൂടെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ജനത്തെയാണ് നാം ഇവിടെ കാണുന്നത്. നമ്മുടെ ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ
നാം ഇതേ അനുഭവത്തിലൂടെയാണ് പോയത് അല്ലേ? നമുക്ക് ദൈവം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, സംരക്ഷണം നൽകി തന്നു. നാം സമുദ്രത്തിലൂടെ കടന്നു അല്ലേ? നാം കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. നാം വെള്ളത്തിൽ സ്നാനമേറ്റു എന്ന് പറയുന്നവരാണ്. നമുക്ക് അത്രയും മിറാക്കുലസ് ആയിട്ട്, അത്രയും അത്ഭുതകരമായാണ് ദൈവം നമ്മെ വഴി നടത്തിയത്. ദൈവം പാപത്തിൽ നിന്നാണ് നമ്മെ രക്ഷിച്ചത് അല്ലേ? അപ്പോൾ ഈ ഈ ഈ സ്നാനം ഏൽക്കുവാൻ ദൈവം നമ്മിൽ ഒരു യോഗ്യതയും കണ്ടിട്ടല്ല ദൈവം ആ അനുഭവം നമുക്ക് ഏൽക്കുവാൻ ദൈവം അവസരത്തെ നൽകി തന്നത്. മറിച്ചത് ദൈവത്തോട് നാം ഒന്നായിരിക്കണം, ദൈവത്തെ നാം ആരാധിക്കണം, ദൈവത്തോട് നാം ഒന്നായിരിക്കണം. നാം ദൈവത്തിൽ നിന്ന് മാറിപ്പോയപ്പോൾ, ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ, പാപത്തിലേക്ക് നാം പോയപ്പോൾ, പാപത്തെ സ്നേഹിച്ച്, ലോകത്തെ സ്നേഹിച്ച്, ദൈവത്തിൽ നിന്ന് മാറി നാം നടന്നപ്പോൾ, ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു, നമ്മെ രക്ഷിച്ചു. അങ്ങനെ യേശു ക്രിസ്തുവിലൂടെ ദൈവമായി നാം പിന്നെയും ഒന്നായി, നാം നിരപ്പ് പ്രാപിച്ചു എന്നാണ് ലേഖനങ്ങൾ നാം കാണുന്നത്. നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, റിക്കൺസിലിയേഷൻ. അത് ദൈവമായിട്ട് നാം ഒന്നായ പ്രക്രിയയ്ക്കാണ് നിരപ്പായി എന്ന് പറയുന്നത്. പാപമാണ് നമ്മളെ വേർതിരിച്ചത്, അല്ലെ? നമ്മെ ദൈവത്തിൽ നിന്ന് വേർപെടുത്തിയത് പാപമാണ്. ആ പാപം നമ്മെ ദൈവത്തിൽ നിന്ന് വേർപെടുത്തിയപ്പോൾ ക്രിസ്തുവിന് തോന്നിയ സ്നേഹം, ക്രിസ്തുവിന് തോന്നിയ കരുണ, താൻ കാൽവറിയിൽ നമുക്കായി മരിച്ചു, താൻ ക്രൂശീകരിക്കപ്പെട്ടു, താൻ ഉയർത്തെഴുന്നേറ്റു, താൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഇനിയും കർത്താവ് വീണ്ടും വരുന്നു. ഈ സത്യങ്ങളൊക്കെ നമുക്കറിയാം. എങ്കിൽ പോലും നമ്മെ രക്ഷിച്ച സ്നേഹത്തെ ഒക്കെ ഓർക്കുമ്പോൾ പാട്ടുകൾ പാടാറുണ്ട്. കോടാകോടി സ്തോത്രങ്ങൾ അർപ്പിച്ചാൽ പോരാ, ആയിരം സ്തോത്രങ്ങൾ അർപ്പിച്ചാൽ പോരാ. എന്നാൽ നമ്മുടെ അനുദിന ജീവിതം നാം നോക്കുകയാണെങ്കിൽ ആ സ്നാനമേറ്റ അനുഭവത്തിന്റെ പ്രതിഫലനമാണോ നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളത് നാം പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് എനിക്ക് പിന്നീട് പറയാനുള്ള ഒരു കാര്യം. രണ്ടാമത് പറയാനുള്ള കാര്യം, ദൈവത്തിന്റെ സംരക്ഷണം നാം അനുഭവിച്ചു. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ ലൗകിക ജീവിതത്തിലൊക്കെ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. മുൻപേ അനുഭവിച്ചത് മാത്രമല്ല, ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്, നാം കർത്താവിനോട് സ്നാനമേറ്റു, നാം കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു, നാം കർത്താവിൽ വിശ്വസിച്ചു, നാം മാനസാന്തരപ്പെട്ട് കർത്താവിൽ വിശ്വസിച്ചു. ആ അനുഭവം ഒക്കെ നമുക്കുണ്ട്. ഇസ്രായേൽ മക്കൾക്കും ആ അനുഭവം ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അവർ വിശ്വസിച്ചു എന്നുള്ളത് പിന്നീടുള്ള അവരുടെ പ്രവൃത്തി നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. എന്നാൽ ഈ അനുഭവത്തിലൂടെ അവരും മോശയുടെ സ്നാനമേറ്റു, അവരും സമുദ്രത്തിലൂടെ കടന്ന്, എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു അല്ലേ? അപ്പം രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. സമുദ്രത്തിലൂടെ കടന്നു ദൈവത്തിന്റെ അത്ഭുതം അവർ കണ്ടു, ദൈവത്തിന്റെ അത്ഭുതം അവർ അനുഭവിച്ചു. അവർ കാണുക മാത്രമല്ല, അവർ ദൈവത്തിന്റെ ആ ഏറ്റവും വലിയ അത്ഭുതം അനുഭവിക്കുകയും കൂടെ ചെയ്തത്. മൂന്നാമത് പറയുന്നത്, എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. മോശയോട് അവർ ഐഡന്റിഫൈ ചെയ്തു. ആ രക്ഷയുടെ പ്രതിഫലനം അവരുടെ ജീവിതത്തിൽ മോശയോട് ചെങ്കടലിലൂടെ കടന്നപ്പോൾ ആ പ്രതിഫലനം അവർക്കുണ്ടായി. അവരുടെ ആത്മീയ ലെവലിൽ ആ പ്രതിഫലനം ഉണ്ടായില്ലെങ്കിൽ പോലും ആക്ഷരികമായി പുറത്തു നാം നോക്കുകയാണെങ്കിൽ അവർ മോശയോട് ചേർന്നാ പോയത്, മോശയോട് കൂടാ പോയത്, മോശ പറഞ്ഞത് കേട്ടാ അവർ പോയത്. അങ്ങനെ മോശയോട് അവർ സ്നാനമേറ്റു. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രായോഗിക തലത്തിൽ കൊരിന്ത്യർ സഭയുടെ പ്രത്യേകിച്ച് പറയുമ്പോൾ ക്രിസ്തീയ സ്നാനമേറ്റവരാണ് ഈ കൊരിന്ത്യർ സഭ എന്ന് പറയുന്നത്. ഈ കൊരിന്ത്യർ സഭ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയായിരുന്നു. എന്നാൽ അവരിപ്പോൾ പോകുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെ മോശമേറിയ അവസ്ഥകളിലൂടെയാണ് അവർ പോകുന്നത്. അവർ പാപത്തിൽ മുഴുകിയിരിക്കുന്ന ഒരു സഭയാണ് ഇപ്പോൾ കൊരിന്ത്യർ സഭ. അതുകൊണ്ടാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നതും അനേക മുന്നറിയിപ്പുകൾ കൊടുക്കുന്നത്. ആ മുന്നറിയിപ്പുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പാണ് നമ്മൾ ഈ അധ്യായത്തിൽ ആദ്യം വായിച്ചത്. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ കാണുന്നത്, ഇസ്രായേൽ മക്കൾ, അതായത് കൊരിന്ത്യർ സഭയോട് പൗലോസ് പറയാണ്, നിങ്ങളുടെ പിതാക്കന്മാരെല്ലാം ഇങ്ങനെ ആയിരുന്നു, അതുപോലെ നിങ്ങൾ ആകരുത് എന്നാണ് സമ്മറി ആയിട്ട് പൗലോസ് പറയുന്നത്. അത് പറയുമ്പോഴാണ് പൗലോസ് ഓരോന്നോരോന്ന് എടുത്ത് പറയുന്നത്, അവർ മോശയോട് സ്നാനമേറ്റു. അതായത് അവർ മോശയോട് ഐഡന്റിഫൈ ചെയ്ത് അവര് ദൈവത്തിൽ നിന്ന് ആ സംരക്ഷണം പ്രാപിച്ച്, ദൈവത്തിൽ നിന്ന് അത്ഭുതം പ്രാപിച്ച്, ദൈവത്തിന്റെ അത്ഭുതം കണ്ട് പോയപ്പോൾ പിന്നീട് എന്താണ് അവർക്ക് സംഭവിച്ചത്? എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്നും. ദൈവം കൊടുത്ത മന്ന ഒരിക്കലും പക്ഷപാതമായിട്ടല്ല, അല്ലെ പക്ഷാഭേദം കാണിച്ചല്ലോ മന്ന കൊടുത്തത്. ദൈവം മന്ന കൊടുത്തത് എല്ലാവർക്കും. അതാണ് ദൈവത്തിന്റെ ഡിവൈൻ ഗ്രേസ് എന്ന് പറയുന്നത്, ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. ആ കൃപ എല്ലാവർക്കും ലഭിക്കുന്നു എന്നുള്ളതാണ് അല്ലേ? ഈ ആത്മീയ ആഹാരം തിന്നെന്ന് പറയുന്നത് നമുക്കറിയാം, മന്നയെ പറ്റിയാണ് പറയുന്നത്. സ്വർഗീയ മന്ന അവർക്ക് ലഭിച്ചു. ആ മന്ന എന്ന് പറയുന്നത് അത്രത്തോളം അവര് വിലയേറിയതായി കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം, അത്രത്തോളം വിലയേറിയതായി അവർ കാണേണ്ട കാര്യമാണ്.
പക്ഷേ അവരത് കണ്ടോ എന്നുള്ളത് പിന്നെയുള്ള അവരുടെ പ്രവൃത്തിയിൽ നമുക്ക് മനസ്സിലാവും. കണ്ടെങ്കിൽ അവരൊരിക്കലും ഇങ്ങനെ ദൈവത്തോട് പ്രതികരിക്കുകയില്ലായിരുന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവ് പറയുന്നു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. കർത്താവാണ് ജീവന്റെ അപ്പം. കർത്താവാണ് നമ്മുടെ ആത്മീക ആഹാരം എന്ന് പറയുന്നത്, അല്ലേ? യേശു ക്രിസ്തുവിനെ നാം വിശ്വസിക്കുമ്പോൾ നാം ജീവന്റെ അപ്പത്തിലാണ് വിശ്വസിക്കുന്നത്, അല്ലേ? ഈ ലോകത്തിൽ ലഭിക്കുന്ന അപ്പം നമ്മുടെ വിശപ്പ് കുറച്ചു നേരത്തേക്ക് മാറ്റും, പിന്നീടും നമുക്ക് വിശപ്പ് വരും. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ നാം ആത്മീക ആഹാരമായി കഴിക്കുകയാണെങ്കിൽ നാം ഒരു നാളും വിശക്കുകയില്ല. അതാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ നാം ഭക്ഷിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ രൂപാന്തരം, നമുക്ക് വരുന്ന ആ മാറ്റം, ആ മാനസാന്തരം എന്ന് പറയുന്നത്. ഞാൻ ജീവന്റെ അപ്പമാകുന്നു, അതുകൊണ്ടാണ് കർത്താവ് അരുളി ചെയ്തത്, ഐ എം ദ ബ്രെഡ് ഓഫ് ലൈഫ്. നിത്യജീവനെ നൽകുന്ന അപ്പം, അതാണ് കർത്താവായ യേശു ക്രിസ്തു. ആ ആത്മീക ആഹാരം കഴിക്കുവാനാണ് നമുക്ക് ഓരോരുത്തർക്കും ഭാഗ്യം ലഭിച്ചത്, ഭാഗ്യം സിദ്ധിച്ചത്. അതാണ് ദൈവത്തിന്റെ കരുണ എന്ന് പറയുന്നത്. ഈ രാവിലെ സമയം സൂം ലൈനിലായിരിക്കുന്ന ഓരോരുത്തർക്കും ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു എന്ന നിത്യജീവന്റെ അപ്പം കഴിക്കുവാൻ, തിന്നുവാൻ ഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അനേകർക്ക് ഭാഗ്യം ലഭിച്ചിട്ടില്ല. അനേകർ ഇപ്പോഴും ലോകത്തിന്റെ അപ്പത്തിന്റെ പുറകെ പോവുകയാണ്. കുറച്ച് സമയത്തെ വിശപ്പ് മാത്രം മാറ്റുന്ന അപ്പത്തിന്റെ പുറകെ പോകുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു എന്ന ജീവന്റെ അപ്പത്തിന്റെ പുറകെ പോകുവാൻ, കർത്താവായ യേശു ക്രിസ്തു എന്ന ജീവന്റെ അപ്പം ഭക്ഷിക്കുവാൻ ഭാഗ്യം ലഭിച്ച, അനുഗ്രഹം ലഭിച്ച ദൈവമക്കളാണ് നാം ഓരോരുത്തരും. ഇസ്രായേൽ മക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് മന്ന എല്ലാ ദിവസവും ലഭിച്ചു. മന്നയ്ക്ക് ഒരു മുടക്കും വന്നില്ല. സ്വർഗീയ മന്ന ദൈവം തന്റെ കരുണപ്രകാരം അവർക്ക് നൽകി എന്നുള്ളതാണ്. അവർ ആ ആത്മീക ആഹാരം കഴിച്ചു. എന്നിട്ട് പിന്നീട് പറയുന്നതാണ്, എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. അതായത് അവർക്ക് നാലാമത്തെ അനുഗ്രഹമാണ്, അവർക്ക് ദാഹിച്ചപ്പോൾ ദൈവം അവർക്ക് വെള്ളം കൊടുത്തു. ദൈവം അവർക്ക് വെള്ളം കൊടുക്കാതിരുന്നിട്ടില്ല. അപ്പോൾ നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ആഹാരം നൽകുന്ന, നമുക്ക് ആവശ്യമുള്ളപ്പോൾ വെള്ളം നൽകുന്ന, നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അല്ലാതെ ദൈവം നമ്മളെ വിടുവിച്ചിട്ട്, ഇപ്പോൾ ഇസ്രായേൽ മക്കളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ മിസ്രൈമിൽ നിന്ന് അവരെ വിടുവിച്ചിട്ട് നിങ്ങൾ ഇനിയും കനാൻ ദേശത്ത് നിങ്ങൾ പൊക്കോ, മോശ നിങ്ങളുടെ നേതൃത്വ നിരയിലുണ്ട്, മോശ നിങ്ങൾക്ക് നേതൃത്വം നൽകും, ഇനിയും കൈ ഒഴിയുക, ഞാൻ മാറി നിൽക്കുക എന്നുള്ളൊരു ഭാവത്തിലല്ല ദൈവം നിൽക്കുന്നത്. ദൈവം അവരോട് കൂടെ അവരുടെ ജീവിതത്തിൽ അനുദിനം ഇടപെടുന്ന ഒരു ദൈവമാണ്. അപ്പൊ നാം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മെ രക്ഷിച്ച ദൈവം നമ്മുടെ ജീവിതത്തിലും അനുദിനം ഇടപെടുന്ന ഒരു ദൈവമാണ്. നമ്മുടെ ആവശ്യങ്ങളെ കാണുന്ന ദൈവമാണ്. നമ്മുടെ പ്രാർത്ഥന അപേക്ഷകളെ കാണുന്ന ദൈവമാണ്. നമ്മുടെ മനസ്സിനെ കാണുന്ന ദൈവമാണ്. നമ്മുടെ ഹൃദയത്തെ തൂക്കി നോക്കുന്ന ദൈവമാണ്. നമ്മുടെ ആഗ്രഹങ്ങളെ ദുരാഗ്രഹങ്ങളെ ഒക്കെ അറിയുന്ന ദൈവമാണ്. ഇതൊക്കെ അറിഞ്ഞിട്ടും നമ്മുടെ പ്രതികരണം എന്തായിരിക്കും എന്നറിഞ്ഞിട്ടും നാം എങ്ങനെയാണ് ദൈവത്തോട് മത്സരിക്കുന്നതെന്നൊക്കെ അറിഞ്ഞിട്ടും നാം ദൈവത്തോട് എന്തൊക്കെയായിരിക്കും പറയുന്നത് എന്നറിഞ്ഞിട്ടും ദൈവം നമുക്ക് ആഹാരവും വെള്ളവും നൽകുന്ന ദൈവമാണ്. നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റുന്ന ദൈവമാണ്. മത്തായി 6:33 നമ്മൾ കാണുന്നുണ്ടല്ലോ, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോട് കൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കുക. ഇതൊക്കെയും അതിന്റെ മുമ്പിലത്തെ വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ആവശ്യങ്ങളാണ്. നാം എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ആവശ്യങ്ങളെ, നമ്മുടെ നെസസിറ്റീസിനെ മീറ്റ് ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ദൈവം അത് നമുക്ക് നൽകി തരും. ദൈവം അതിന് വിശ്വസ്തനാണ്. ഈസ് ഫെയ്ത്ത്ഫുൾ. ഈസ് ഫെയ്ത്ത്ഫുൾ ഫോർ എവറിത്തിങ്, നോട്ട് ഫോർ ജസ്റ്റ് സം തിങ്സ്, പക്ഷെ ഈസ് ഫെയ്ത്ത്ഫുൾ ഫോർ എവറിത്തിങ്. എല്ലാത്തിനും വിശ്വസ്തനാണ് നമ്മുടെ ദൈവം. എല്ലാ കാര്യങ്ങളും അവൻ നിവർത്തിക്കും. അതുകൊണ്ട് നാം അതിനെക്കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടേണ്ട ഒരാവശ്യമില്ല. ദൈവം നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റുന്ന ദൈവമാണ്. അങ്ങനെയുള്ളൊരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്, അവരെല്ലാവരും ആത്മീയ ആഹാരം തിന്നു, അവരെല്ലാവരും ആത്മീയ പാനീയം കുടിച്ചു. എന്നിട്ട് ഒരു വാക്യം കൂടെ അവിടെ ആഡ് ചെയ്യുന്നുണ്ട്, 4-ാമത്തെ വാക്യത്തിൽ, അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. നമുക്കറിയാം, പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ കൽപ്പിച്ചു, പാറ അടിക്കേണ്ടപ്പോൾ അടിച്ചു, ഇതൊക്കെയും ചെയ്തു. അവർക്ക് വെള്ളം ലഭിച്ചു. അവർക്ക് ദാഹിച്ചപ്പോൾ ഒക്കെയും ദൈവം അവർക്ക് വെള്ളം നൽകി. വെള്ളം നൽകാതിരുന്നിട്ടില്ല. ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ദൈവം ചെയ്തു എന്നുള്ളതാണ് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മൾ പുറപ്പാട് പുസ്തകം വായിക്കുമ്പോഴും ലേവ്യ സംഖ്യ പുസ്തകങ്ങളൊക്കെ ആവർത്തനമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്, ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ, ഇസ്രായേൽ മക്കൾക്ക് കനാൻ ദേശത്ത് വരെ എത്തേണ്ട ആ ഒരു യാത്രയിൽ അവരുടെ ആവശ്യങ്ങളെ എല്ലാം ദൈവം നിറവേറ്റി.
ദൈവം അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി. ആ യാത്രയിൽ ദൈവം പറഞ്ഞ കാര്യങ്ങളും പറയാത്ത കാര്യങ്ങളും അവർ ആഗ്രഹിക്കാത്തതും ആഗ്രഹിച്ചതും എല്ലാം ദൈവം നിറവേറ്റി എന്നുള്ളതാണ്. അതായത് അവർക്ക് വേണ്ടതെല്ലാം ദൈവം നൽകി. അവരുടെ പാപ സ്വഭാവത്തിൽ വന്ന ആഗ്രഹങ്ങളെ നിറവേറ്റി എന്നല്ല, മറിച്ച് അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു കമ്പാരിസൺ ചെയ്യേണ്ടത്. നമ്മുടെ പാപ സ്വഭാവത്തിൽ, നമ്മുടെ ജഡത്തിൽ നമുക്ക് വരുന്ന ആഗ്രഹങ്ങളും നമ്മുടെ ആവശ്യങ്ങളും രണ്ടും രണ്ടാ, അല്ലേ? നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഈ ജഡ സ്വഭാവത്തിൽ, നമ്മുടെ ഈ പാപ സ്വഭാവത്തിൽ, നമ്മുടെ ഈ ജഡത്തിൽ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ കടന്നു വന്നേക്കാം. എന്നാൽ ആവശ്യങ്ങൾ ഇസ് ഡിഫറെന്റ് ഫ്രം ആഗ്രഹങ്ങൾ, അല്ലേ? ഡിസയേഴ്സ് ആർ ഡിഫറെന്റ് ഫ്രം നെസസിറ്റീസ്. അപ്പം നമ്മുടെ ഡിസയേഴ്സിനെ മീറ്റ് ചെയ്യുന്ന ദൈവം അല്ല, നമ്മുടെ നെസസിറ്റീസിനെ മീറ്റ് ചെയ്യുന്ന ദൈവം. നമുക്ക് ആഗ്രഹങ്ങൾ, നമ്മൾ ഈ ജഡസ്വഭാവത്തിൽ, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ വന്നേക്കാം. നമ്മൾ ഒരുപാട് പ്രസംഗങ്ങൾ കേൾക്കുകയും ചെയ്യാറുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിവർത്തിക്കുന്ന ദൈവം, നിങ്ങളുടെ ആഗ്രഹങ്ങളെ ദൈവം തരും. അങ്ങനെ ദൈവം നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നൽകി തന്നിരുന്നെങ്കിൽ നമുക്ക് ദൈവത്തെ ആവശ്യമില്ലായിരുന്നു, അല്ലേ? കാരണം ഈ ലോകത്തിലെ മനുഷ്യന് അവരുടെ ആഗ്രഹങ്ങളെല്ലാം കിട്ടുന്നുണ്ട്, അവരുടെ ആഗ്രഹങ്ങളെല്ലാം നിവർത്തിക്കപ്പെടുന്നുണ്ട്. അവർ ദൈവത്തെ സേവിച്ചിട്ടല്ല. ദൈവത്തെ സേവിക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റാൻ. മറിച്ച് നാം ദൈവത്തെ സേവിക്കുന്ന എന്തിനാണ്? ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടാണ് നാം ദൈവത്തെ സ്നേഹിക്കുന്നത്. ദൈവമായതുകൊണ്ടാണ് നാം ദൈവത്തെ സ്നേഹിക്കുന്നത്. ദൈവം ആരാധനയ്ക്ക് യോഗ്യനായതുകൊണ്ടാണ് നാം ദൈവത്തെ സേവിക്കുന്നത്. മറിച്ച് ദൈവം നമ്മുടെ ആഗ്രഹങ്ങളെ സഫലീകരിക്കുമെന്നുള്ളത് കൊണ്ടല്ല. അങ്ങനെ ആകരുത് നമ്മുടെ ആരാധന. നമ്മുടെ ആരാധന അങ്ങനെ ആകുവാണെങ്കിൽ നമ്മുടെ ആരാധനയ്ക്ക് എന്തോ തകരാറുണ്ട്. മറിച്ച് നമ്മുടെ ആരാധന ദൈവമായതുകൊണ്ടായിരിക്കണം. നമ്മുടെ ആരാധന ദൈവം നമ്മെ രക്ഷിച്ചത് കൊണ്ടായിരിക്കണം. നമ്മുടെ പ്രാണനെ വിടുവിച്ചത് കൊണ്ടായിരിക്കണം. പാപത്തിൽ നമ്മെ രക്ഷിച്ചത് കൊണ്ടായിരിക്കണം. സകലത്ത് യോഗ്യൻ, സകല സ്തുതികൾക്കും സകല ബഹുമാനത്തിനും സകല ആരാധനയ്ക്കും യോഗ്യനായ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ആ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ആ ആരാധനയ്ക്കും പുകഴ്ചയ്ക്കും യോഗ്യനായ ദൈവത്തെ നാം ആരാധിക്കുമ്പോൾ നമ്മുടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ആഗ്രഹങ്ങളെ എല്ലാം സഫലീകരിക്കുന്ന ഒരു ദൈവമല്ല ആ ദൈവം, മറിച്ച് നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റുന്ന ദൈവമാണ്. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. അവരുടെ പാപ സ്വഭാവത്തിൽ അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, അല്ലേ? അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ദൈവം അത് അവരുടെ പാപ സ്വഭാവങ്ങൾക്ക് ഗിവിൻ ചെയ്തില്ല, അല്ലെങ്കിൽ അവരുടെ പാപ സ്വഭാവങ്ങളെ സഫലീകരിച്ചില്ല. അന്നേരമാണ് പലപ്പോഴും അവർ ദൈവത്തോട് മറുതലിച്ചത്. ദൈവം നമ്മുടെ പാപ സ്വഭാവങ്ങളെ, നമ്മുടെ ജഡത്തിലെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കുന്ന ഒരു ദൈവമല്ല. അങ്ങനെ ഒരു ദൈവത്തെയല്ല നാം സേവിക്കുന്നത്, മറിച്ച് നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അപ്പോൾ ഇന്ന് നാം രാവിലെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആഗ്രഹങ്ങളെ സഫലീകരിക്കുകയല്ല, മറിച്ച് ആവശ്യങ്ങളെ നിറവേറ്റുന്ന ദൈവമാണ്. നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റിയാൽ മതി. നമുക്ക് ഈ ലോകത്തിൽ ദൈവം നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റി അക്കരെ കൊണ്ടെത്തിക്കുന്നവരെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുദിനം ഇടപെട്ട് നമ്മുടെ ആവശ്യങ്ങളെ ഒക്കെ നിറവേറ്റും. നാം അതിൽ ആകുലപ്പെടേണ്ട കാര്യമില്ല, നാം അതിൽ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല, നാം അതിൽ വേദന അനുഭവിക്കേണ്ട കാര്യമില്ല, നാം അതിൽ വ്യസനിക്കേണ്ട കാര്യമില്ല, നാം അത് ഓർത്ത് ദുഃഖിക്കേണ്ട കാര്യമില്ല. കാരണം ദൈവമാണ് നമ്മെ വിളിച്ചത്, ദൈവമാണ് വിശ്വസ്തൻ. ആ വിശ്വസ്തനായ ദൈവം നമ്മുടെ കാര്യങ്ങളെ നോക്കിക്കൊള്ളും. അപ്പൊ അതുകൊണ്ട് നാം അതോർത്ത് വ്യസനപ്പെടുകയോ ആങ്ഷ്യസ് ആകുകയോ അതിനെക്കുറിച്ച് വറി ചെയ്യുകയോ ചെയ്യേണ്ട ഒരു കാര്യമില്ല. നാം അതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട ഒരു കാര്യമില്ല. കാരണം ദൈവം നമുക്കുള്ള ആഹാരവും വെള്ളവും നമുക്ക് നൽകിത്തരും. നാം സേവിക്കുന്ന ദൈവം നമ്മെ വഴിയിലിട്ടിട്ട് പോകുന്ന ദൈവമല്ല, മറിച്ച് നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റുന്ന ദൈവമാണ്. അതുകൊണ്ട് നാം ഇന്ന് മനസ്സിലാക്കേണ്ടത്, ദൈവത്തെ നമ്മളെ ആഗ്രഹം സഫലീകരിക്കുന്ന ഒരാളായിട്ടല്ല കാണേണ്ടത്, മറിച്ച് നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റുന്ന ഒരു ദൈവമായിട്ടാണ് കാണേണ്ടത്. അങ്ങനെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുദിനം ഇടപെടുന്ന ഒരു ദൈവമാണ്. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ആ ദൈവം നമ്മെ അക്കരെ കൊണ്ടെത്തിക്കുന്ന ദൈവമാണ്. എന്നാൽ നമ്മുടെ പ്രതികരണം എങ്ങനെ ആയിരിക്കണം? ദൈവം നമുക്ക് ചിലപ്പോൾ നമ്മളെ ആഗ്രഹത്തെക്കാൾ ഉപരി ദൈവം ചിലപ്പോൾ തന്നേക്കാം. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുക. അതിലൊരിക്കലും അഹങ്കാരം വന്നു പോകരുത്. ദൈവം ചിലപ്പോൾ ഓരോ അനുഗ്രഹങ്ങളെ തരുന്നത് ദൈവത്തിന് നാം അത് തിരിച്ചു കൊടുക്കുമോ, അല്ലെങ്കിൽ നാം അതിൽ വിശ്വസ്തരായിരിക്കുമോ, ദൈവത്തിന് നമ്മുടെ സത്യസന്ധത കാണിക്കുവാനും ഒക്കെ ആയിരിക്കാം ദൈവം പല രീതിയിൽ നമ്മെ അനുഗ്രഹിക്കുന്നത്. എന്നാൽ ആ അനുഗ്രഹങ്ങൾ നാം അഹംഭാവമുള്ളവരാകരുത്, നാം അഹങ്കാരമുള്ളവരാകരുത്. നാം നമ്മെ തന്നെ താഴ്ത്തി പിന്നെയും അധികമായി ദൈവത്തെ സ്തുതിക്കുകയാണ് ചെയ്യേണ്ടത്, ദൈവത്തെ അനുദിനം വാഴ്ത്തുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ അവർക്ക് മന്ന ലഭിച്ചു, അവർക്ക് ആ ആത്മീയ പാറ അവരെ അനുഗമിച്ചു, ആ പാറയിൽ നിന്ന് അവർ കുടിച്ചു. എന്നിട്ടൊരു വലിയ വെളിപ്പാടാണ് 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. എന്താണ്? ആ പാറ ക്രിസ്തുവായിരുന്നു. എത്ര വലിയ വെളിപ്പാടാണ്, അല്ലേ? അവരെ ആത്മീയ പാറയിൽ നിന്നാണ് കുടിച്ചത്. അവരെ അനുഗമിച്ച പാറ ആരായിരുന്നു? യേശു ക്രിസ്തുവായിരുന്നു. അതായത് പ്രീ എക്സിസ്റ്റന്റ് ക്രൈസ്റ്റ് എന്നൊക്കെ നമ്മൾ, പ്രീ ഇൻകാർണേറ്റ് ക്രൈസ്റ്റ് എന്നൊക്കെ നമ്മൾ
ദൈവശാസ്ത്രപരമായി പറയുന്നതാണ്. ഓൾഡ് ടെസ്റ്റമെന്റിൽ നമ്മൾ കാണുന്ന പല അപ്പിയറൻസസും യേശു ക്രിസ്തു തന്നെയായിരുന്നു. ആ യേശു ക്രിസ്തുവിന്റെ താൻ ഈ ലോകത്തിൽ മനുഷ്യനായി ജനിക്കുന്നതിന് മുമ്പ് യേശു ക്രിസ്തു പല രീതിയിൽ പ്രത്യക്ഷമായിട്ടുണ്ട് പഴയ നിയമത്തിൽ. അപ്പൊ അവരെ അനുഗമിച്ച ആ പാറ ക്രിസ്തു ആയിരുന്നു. എന്നിട്ട് പറയാണ്, എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഇത് ദൃഷ്ടാന്തമായിട്ട് പൗലോസ് പറയാണ്, ഇതൊരു എക്സാമ്പിൾ ആയിട്ട്, ഒരു ഉദാഹരണമായിട്ട് പറയാണ്. ദൈവം ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ അവരോട് ചെയ്തു, അല്ലെ? ദൈവം അവരോട് കരുണ കാണിച്ചു, ദൈവം അവരോട് കൃപ കാണിച്ചു, ദൈവം അവർക്ക് വേണ്ടതെല്ലാം നൽകി. വേണ്ടതെല്ലാം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അവരുടെ ആവശ്യങ്ങളെയെല്ലാം ദൈവം നിറവേറ്റി, അല്ലെ? ദൈവം അവർക്ക് വേണ്ട സംരക്ഷണം കൊടുത്തു. ദൈവം അവരെ സമുദ്രത്തിലൂടെ കടത്തിയ വലിയ അത്ഭുത പ്രവൃത്തി ചെയ്തു. അവർ മോശയുടെ സ്നാനമേറ്റു. അവർക്ക് ആത്മീയ ആഹാരം ദൈവം നൽകി. അവർക്ക് മന്ന ദൈവം നൽകി. അവർക്ക് ആത്മീയ പാനീയം ദൈവം നൽകി. അവർക്ക് വെള്ളം കുടിപ്പാൻ നൽകി. ആ പാറയിൽ നിന്നാണ് അവർക്ക് വെള്ളം ലഭിച്ചത്. ആ പാറ എന്ന് പറയുന്നത് ക്രിസ്തുവായിരുന്നു. എന്ന് വെച്ചാൽ അവരുടെ അനുഗ്രഹങ്ങളുടെ ഉത്ഭവം ദൈവത്തിൽ നിന്നായിരുന്നു. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. ആ പാറ എന്ന് പറയുന്നത് ക്രിസ്തുവായിരുന്നു പറഞ്ഞാൽ അവർക്ക് വെള്ളം ലഭിച്ച പാറ ക്രിസ്തുവായിരുന്നു എന്ന് മാത്രമല്ല, അവരുടെ അനുഗ്രഹങ്ങളുടെ എല്ലാ ഉത്ഭവം ക്രിസ്തുവായിരുന്നു. യേശു ക്രിസ്തുവായിരുന്നു അവരുടെ അനുഗ്രഹങ്ങളുടെ എല്ലാം, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളുടെ എല്ലാം ഉത്ഭവം, അല്ല അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റുന്ന ദൈവം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവായിരുന്നു. അവരുടെ അനുഗ്രഹങ്ങളുടെ ഉത്ഭവം കർത്താവാണ്. ദ സോഴ്സ് ഓഫ് ഓൾ ബ്ലെസ്സിങ്സ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. അതാണ് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കർത്താവിൽ നിന്നാണ് ആ വെള്ളം അവർക്ക് ലഭിച്ചത്. പുതിയ നിയമത്തിൽ വരുമ്പോൾ നമുക്കറിയാം കർത്താവ് പറയുന്നത് റിവേഴ്സ് ഓഫ് ലിവിങ് വാട്ടർ, അല്ലേ? എന്നാണ് കർത്താവ് തന്നെ കുറിച്ച് പറയുന്നത്. എന്നിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്നാണ് പറയുന്നത്. ആ വെള്ളമാണ് നാം അനുദിനം കുടിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുകയാണ്. റിവേഴ്സ് ഓഫ് ലിവിങ് വാട്ടർ, ജീവജലത്തിന്റെ നദി ഒഴുകുന്ന ഒരു കർത്താവിൽ നിന്നാണ് ആ ജീവജലത്തിന്റെ നദി ഒഴുകുന്നത്. ആ ജീവജലം എന്ന് പറയുന്നത്, ജീവജലം എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? ആ ജലം നമുക്ക് നിത്യജീവൻ നൽകുന്ന ജലമാണ്, നിത്യജീവൻ നൽകുന്ന വെള്ളമാണ്. ശമര്യക്കാരി സ്ത്രീയോട് പറയുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നമുക്ക് നിത്യജീവൻ നൽകിയ ഒരു വെള്ളമാണ് കർത്താവ് നൽകുന്ന വെള്ളം എന്ന് പറയുന്നത്. നിത്യജീവൻ നൽകുന്ന ജീവജലത്തിന്റെ നദി ആണ് കർത്താവിൽ നിന്ന് ഒഴുകുന്നത്. അങ്ങനെ പരിശുദ്ധാത്മാവിലൂടെ നാം കുളിച്ച് നാം ആ ജീവജലത്തിന്റെ നദി അനുദിനം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കർത്താവിൽ നിന്ന്, അല്ലേ? ഇത് നിത്യജീവൻ നൽകുന്ന ജലമാണ്, നിത്യജീവൻ നൽകുന്ന വെള്ളമാണ്. ആ ക്രിസ്തുവിനെയാണ് നാം രക്ഷിതാവായി സ്വീകരിച്ചത്. ആ ക്രിസ്തുവിനെയാണ് നാം അനുദിനം അനുഗമിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന പാറ ക്രിസ്തുവായിരുന്നു, എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അതായത് ഇവർ ഈ ആത്മീക അനുഗ്രഹങ്ങളെല്ലാം അവർക്ക് ലഭിച്ചു, അല്ലേ? അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി ദൈവം അവരുടെ ജീവിതത്തിൽ അനുദിനം ഇടപെട്ടു. അവർക്ക് ഈ ആത്മീയ അനുഗ്രഹങ്ങളൊക്കെ പ്രാപിക്കുവാൻ ദൈവം അവസരം കൊടുത്തു. എന്നിട്ടും ദൈവം മിക്ക പേരിലും പ്രസാദിച്ചില്ല എന്നാണ് പൗലോസ് പറയുന്നത്. എത്ര ട്രാജിക് ആയിട്ടുള്ള ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു അനുഭവമാണ്, അല്ലേ? വളരെയധികം വിഷമമേറിയ ഒരു അനുഭവമാണ്. അതായത് ഈ ദൈവം കൊടുത്ത അനുഗ്രഹങ്ങളുടെ എല്ലാം ഭാഗവാക്കായ അവരിൽ ദൈവം പ്രസാദിച്ചില്ല, മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല എന്നുള്ളതാണ്. എന്ന വിഷമകരമായ വസ്തുതയാണ് കൊരിന്ത്യ സഭയോട് പറയുന്നത്. അതായത് കൊരിന്ത്യ സഭയോട് പറയുമ്പോൾ ഇതാണ് പൗലോസ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കും ഇതേ അനുഗ്രഹങ്ങളൊക്കെ ലഭിച്ചെന്നിരിക്കുക, അല്ലെ? നിങ്ങളും ഇതൊക്കെ ചെയ്യുന്നവരായിരിക്കും, ഇതിലൊക്കെ ഭാഗവാക്കാണ്. നിങ്ങളും ദൈവത്തിന്റെ സംരക്ഷണം അനുഭവിച്ചവരാണ്. ദൈവത്തിന്റെ അത്ഭുതങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടവരാണ്. നിങ്ങൾ ആത്മീയ ആഹാരം കുടിച്ചവരാണ്. നിങ്ങൾ ആത്മീയ പാനീയം കുടിച്ചവരാണ്. നിങ്ങൾ ക്രിസ്തുവിനോട് സ്നാനമേറ്റവരാണ്. കൊരിന്ത്യ സഭയോട് പറയുകയാണ്, അതേ അനുഭവമാണ് നമുക്കും ഉള്ളത്, അല്ലേ? നമ്മളും ദൈവത്തിന്റെ സംരക്ഷണം കണ്ടവരാണ്. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ നാം ദർശിച്ചവരാണ്. നാം കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചവരാണ്. നാം വിശ്വാസ സ്നാനമേറ്റവരാണ്. നാം അനുദിനം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നവരാണ്. നാം ആ ആത്മീയ ആഹാരം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നവരാണ്. ആത്മീയ പാനീയം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നവരാണ്. നമുക്കും ഇതേ അനുഭവമാണുള്ളത്. ഇസ്രായേൽ മക്കളോട് തത്തുല്യം ചെയ്യാൻ പറ്റുന്ന അനുഭവമാണ് നമുക്കും ഉള്ളത്. എന്നാൽ ദൈവത്തിന്റെ ചോദ്യം നമ്മളോട് ഇതാണ്: നമ്മിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രസാദിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രസാദം കണ്ടെത്തുവാൻ പറ്റുന്നുണ്ടോ? ഇസ് ഗോഡ് പ്ലീസ്ഡ് വിത്ത് യുവർ ലൈഫ്? ആ ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് നാം ഇന്ന് ചോദിക്കേണ്ടത്. ഇസ് ഗോഡ് പ്ലീസ്ഡ് വിത്ത് മൈ ലൈഫ്? ഞാൻ എന്നോട് ചോദിക്കേണ്ട കാര്യം, നിങ്ങളോട് ചോദിക്കേണ്ട കാര്യം, നിങ്ങൾ ഹൃദയത്തോട് ചോദിക്കേണ്ട കാര്യമാണ്. ദൈവം
എന്നിൽ പ്രസാദിച്ചിട്ടുണ്ടോ? ഇസ് ഗോഡ് പ്ലീസ്ഡ് വിത്ത് മൈ ലൈഫ്? ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രസാദിച്ചിട്ടുണ്ടോ? ഞാൻ ജീവിക്കുന്ന വഴി ദൈവത്തിന് പ്രസാദകരമായ ജീവിതമാണോ, അതോ ഞാൻ ദൈവത്തിൽ നിന്ന് മാറി നടക്കുകയാണോ എന്നുള്ളതാണ്. നമുക്ക് ഈ അനുഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പറയുവാനാണെങ്കിൽ നമുക്ക് പാരമ്പര്യം പറയുവാനുണ്ട്. ചിലപ്പോൾ നാം ഈ വിശ്വാസ ജീവിതത്തിൽ ഒരു 40-50 വർഷമായിട്ടുള്ളവരായിരിക്കാം. നാം ജനിച്ചപ്പോൾ മുതൽ ഈ വിശ്വാസ പാരമ്പര്യം നമുക്ക് പറയുവാനുണ്ട്. നാം സ്നാനപ്പെട്ട കണക്ക് പറയുകയാണെങ്കിൽ ചിലപ്പോൾ 50 വർഷം മുമ്പ് നാം സ്നാനപ്പെട്ടതായിരിക്കാം, 40 ആയിരിക്കാം, 60 ആയിരിക്കാം, 70 ആയിരിക്കാം. നമുക്ക് ഒരുപാട് പാരമ്പര്യങ്ങൾ, പാരമ്പര്യങ്ങൾ പറയാനുണ്ടായിരിക്കാം. നമ്മുടെ വല്യപ്പച്ചൻ കർത്താവിനെ സേവിച്ചു, നമ്മുടെ പിതാവ് കർത്താവിനെ സേവിച്ചു, നമ്മുടെ അമ്മയപ്പന്മാർ ദൈവത്തെ സ്നേഹിച്ചു, നമ്മുടെ വലിയ മാതാപിതാക്കൾ ദൈവത്തെ സ്നേഹിച്ചു, അതിന്റെ അനുഗ്രഹമാണ് നാം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് വളരെ പ്രൗഡായിട്ട്. എന്നാൽ ദൈവത്തിന്റെ ചോദ്യം ഇതാണ്: ഞാൻ നിന്നിൽ പ്രസാദിക്കുന്നുണ്ടോ? നിന്റെ ജീവിതം എനിക്ക് പ്രസാദകരമായാണോ നീ നിന്റെ ജീവിതം നയിക്കുന്നത്? അല്ലെങ്കിൽ പിന്നെ ഈ പാരമ്പര്യം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഈ അനുഗ്രഹം ഒന്നും പ്രാപിച്ചിട്ട് കാര്യമില്ല. ദൈവത്തിൽ നിന്ന് എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാപിച്ചിട്ട് അവസാനം നമുക്ക് അക്കരെ ദേശത്ത് എത്താൻ പറ്റിയില്ലെങ്കിൽ അതിൽ പരം വിഷമകരമായ അവസ്ഥ എന്താണ്? അതിൽ പരം ട്രാജിക്കായ അവസ്ഥ എന്താണ്? നമുക്ക് ഈ ലോകത്തിൽ ലഭിക്കേണ്ടതെല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട്, നമുക്ക് വേണ്ട അനുഗ്രഹങ്ങൾ ദൈവം തരുന്നുണ്ട്, നമ്മുടെ ആവശ്യങ്ങളെ ദൈവം നിറവേറ്റുന്നുണ്ട്. എന്നാൽ ദൈവം ചോദിക്കുന്ന ചോദ്യമാണ്: ഞാൻ നിന്നിൽ പ്രസാദിക്കുന്നുണ്ടോ? നിന്റെ ജീവിതം എനിക്ക് പ്രസാദകരമായാണോ നീ നയിക്കുന്നത്? ആ ചോദ്യമാണ് നാം നമ്മോട് തന്നെ ഇന്ന് ചോദിക്കേണ്ട ഈ രാവിലെ സമയം. അപ്പോൾ ഇവിടെ പൗലോസ് പറയും, എങ്കിലും മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം എത്ര ലക്ഷത്തോളം ജനങ്ങൾ, 6 ലക്ഷത്തോളം മാതാപിതാക്കൾ, ഏകദേശം 20 ലക്ഷത്തോളം ആളുകൾ കുഞ്ഞുങ്ങളോട് കൂട്ടി. എന്നാൽ ഇവിടെ പ്രത്യേകിച്ച് പറയുന്നത് 20 വയസ്സിന് മുകളിൽ മിസ്രൈമിൽ നിന്ന് തിരിച്ചവർ, അല്ലെ, 40 വർഷത്തെ ജേണി ആയിരുന്നു. 20 വയസ്സിന് മുകളിൽ അവിടുന്ന് യാത്ര തിരിച്ചവരിൽ എത്ര പേരാണ് കനാൻ ദേശത്ത് എത്തിയത്? 2 പേർ, യോശുവയും കാലേബും. മോശയ്ക്ക് പോലും കനാൻ ദേശം നോക്കാനേ കഴിഞ്ഞുള്ളൂ, ദൂരെ നിന്ന് കാണാനേ കഴിഞ്ഞുള്ളൂ. മോശയ്ക്ക് പോലും കനാൻ ദേശത്ത് കാല് ചവിട്ടുവാൻ കഴിഞ്ഞില്ല. യോശുവയ്ക്കും കാലേബിനും മാത്രമേ അവിടെ എത്തുവാൻ കഴിഞ്ഞുള്ളൂ. ഇതാണ് സ്ഥിതി, ഇസ്രായേൽ മക്കളുടെ സ്ഥിതി. അതായത് ഇസ്രായേൽ മക്കൾ ദൈവത്തിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാപിച്ചതാണ്. മിസ്രൈമിൽ നിന്ന് അവരെ വിടുവിച്ചു, അവരെ ദൈവം സംരക്ഷിച്ചു, സൈന്യത്തിൽ നിന്ന് വിടുവിച്ചു, ചെങ്കടലിൽ മുക്കിക്കളഞ്ഞില്ല, മറിച്ച് ചെങ്കടലിൽ കൂടി അത്ഭുതകരമായാണ് നടത്തിയത്. മോശയുടെ സ്നാനമേറ്റു, അവർ സ്വർഗീയ മന്ന എല്ലാ ദിവസവും ഭക്ഷിച്ചു, അവർക്ക് പാറയിൽ നിന്ന് ദൈവം വെള്ളം കൊടുത്തു, അഗ്നിസ്തംഭവും മേഘസ്തംഭവും രാവിലെയും രാത്രിയും എല്ലാം ദൈവം സംരക്ഷണ കൂടെ ഉണ്ടായിരുന്നു. ദൈവരുടെ ജീവിതത്തിൽ അനുദിനം ഇടപെട്ടു, ദൈവർക്ക് അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി. എന്നാൽ ദൈവം അവരിൽ പ്രസാദിച്ചില്ല, മിക്ക പേരിലും പ്രസാദിച്ചില്ല. എന്തുകൊണ്ട് പ്രസാദിച്ചില്ല? അതാണ് നാം പിന്നീടുള്ള വാക്യങ്ങളിൽ കാണുന്നത്. ഏതാണ്ട് 5 കൂട്ടം കാര്യങ്ങളാണ്, 5 കൂട്ടം പാപങ്ങളാണ് അതിന് കാരണമായത്. അതാണ് നമ്മൾ ഇനിയും 6 മുതൽ വായിക്കുന്നത്. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു, അവർ മോഹിച്ചത് പോലെ നാമും ദുർമോഹികളാകാതിരിക്കേണ്ടത് തന്നെ. ആദ്യത്തെ പാപമാണ് ദുർമോഹികൾ, ദുരാഗ്രഹികൾ. അവർ ആഗ്രഹിച്ചതുപോലെ, അവർ മോഹിച്ച പോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടത് തന്നെ. നമുക്കറിയാം, സംഖ്യാപുസ്തകം 11:4 പറയുന്നുണ്ട്, പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി ഇസ്രായേൽ മക്കളും വീണ്ടും കരഞ്ഞുകൊണ്ട്, ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആര് തരും? അല്ലേ? ദൈവത്തിന്റെ ഇത്രയും അനുഗ്രഹങ്ങൾ പ്രാപിച്ചിട്ട് നമുക്കറിയാം, നമ്മൾ മുമ്പേ കണ്ടു, കർത്താവിൽ നിന്ന് ഇത്രയധികം അനുഗ്രഹങ്ങൾ, ഇത്രയധികം അത്ഭുതങ്ങൾ, ഇത്രയധികം സംരക്ഷണം, ഇത്രയധികം ആത്മീയ ആഹാരവും ആത്മീയ പാനീയവും കുടിച്ചിട്ട് സംഖ്യാപുസ്തകം 11:4 ഇസ്രായേൽ മക്കൾ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആര് തരും? അതെ, ദുരാഗ്രഹികളായി. അതായത് കിട്ടിയതിന് പോരാ, അവർക്ക് ലഭിച്ചത് പോരാ, അതിനേക്കാൾ അധികം അവർക്ക് വേണം. നമ്മുടെ ജീവിതത്തിൽ ഇത് തന്നെയല്ലേ നടക്കുന്നത്, അല്ലേ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇതേ ക്വസ്റ്റ്യനാണ് നമ്മളും ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ആഗ്രഹങ്ങളെ ദൈവം സഫലീകരിക്കും. ചിലപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞു, ആഗ്രഹങ്ങളെ നിറവേറ്റുന്നതല്ല, ആവശ്യങ്ങളെ നിറവേറ്റുന്ന ദൈവമാണ്. എന്നാൽ പോലും ചിലപ്പോൾ ദൈവത്തിന് നമ്മുടെ കരുണ തോന്നി, ചിലപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളെ കവച്ചു വെക്കുന്ന രീതിയിൽ ദൈവം അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ചോദ്യം എന്താണ്? ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആര് തരും? അല്ലെങ്കിൽ ഞങ്ങളുടെ ആ ആഗ്രഹം ആര് സഫലീകരിക്കും? ഞങ്ങളുടെ ഈ പ്രത്യേക ആഗ്രഹം എപ്പോൾ സഫലീകരിക്കും? നമുക്ക് ചോദ്യങ്ങളാണ് ദൈവത്തോട്. പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റുന്ന ദൈവത്തോട് മറുതലിക്കുന്ന അനുഭവമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. നമുക്ക് ദുരാഗ്രഹങ്ങളാണ്, അല്ലേ? നമുക്ക് ഡിസയേഴ്സ് ആണ്.
നമ്മുടെ നീഡ്സിനെ കവച്ചു വെക്കുന്ന ഡിസയേഴ്സ് ആണ് നമ്മെ പലപ്പോഴും നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? നാം ജഡത്തിൽ ജീവിക്കുന്നുണ്ട്, നാം ഈ ലോകത്തിനോട് അനുരൂപമാകുന്നതുകൊണ്ടാണ്. ഈ ലോകത്തിനോട് അനുരൂപമാകുമ്പോൾ ലോക സ്വഭാവം നമ്മുടെ ഉള്ളിൽ കയറും. ലോക സ്വഭാവം നമ്മുടെ ഉള്ളിൽ കയറിയാൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ആഗ്രഹങ്ങൾ കൂടും. അങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങളെ കൂടുമ്പോൾ ചിലപ്പോൾ നമ്മുടെ പരിധികൾക്കും അപ്പുറമുള്ള ആഗ്രഹങ്ങളായിരിക്കും. അപ്പോൾ നമുക്ക് ദൈവത്തെ ആവശ്യം വരും. അന്നേരം നാം ദൈവത്തെ ഓർക്കും, അല്ലേ? അന്നേരം നാം ദൈവത്തെ ഓർക്കുമ്പോൾ നാം ദൈവത്തോട് ചോദിക്കും, എൻ്റെ ഈ പ്രത്യേക ആഗ്രഹം ദൈവമേ നീ സാധിക്കുമോ? ഇങ്ങനെ ദൈവം എൻ്റെ ആഗ്രഹം നീ സാധിപ്പിക്കുകയാണെങ്കിൽ ഞാൻ ദൈവത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്യാം, ഞാൻ നിനക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യാം. ദൈവത്തോട് നമ്മൾ കണ്ടീഷൻ വെക്കുകയാണ്. ലോകത്തിനോട് അനുരൂപമായി ലോകം നമ്മുടെ ഉള്ളിൽ കയറി, ജഡസ്വഭാവം നമ്മുടെ ഉള്ളിൽ കയറി, ലോകത്തിന്റെ ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിൽ കയറി, ദുരാഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ യോഗ്യത കൊണ്ടോ നമ്മുടെ എബിലിറ്റീസ് കൊണ്ടോ നമുക്ക് ആഗ്രഹങ്ങളെ സാധിക്കാതെ വരുമ്പോൾ നാം സേവിക്കുന്ന ദൈവത്തിലാണ്. നാം ദൈവത്തിന് മുമ്പിൽ ആഗ്രഹം വെക്കും. ദൈവത്തിന് മുമ്പിൽ ആഗ്രഹം വെച്ചിട്ട് ദൈവം സാധിപ്പിക്കുന്നില്ലെന്ന് കാണുമ്പോൾ നാം പറയുന്ന ഒരു വാക്കുണ്ട്, പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളൊരു പ്രയോഗം നമ്മൾ ചെയ്യും. നമ്മൾ ദൈവമേ നീ ഇത് തന്നില്ലെങ്കിൽ, ഞാൻ ഇത്രയും നാളെ ദൈവമേ നിന്നെ സേവിച്ചില്ലേ, ദൈവമേ നീ എനിക്കിത് തന്നില്ലെങ്കിൽ എന്നുള്ള കണ്ടീഷൻ വരെയാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ കാണുന്നത്. അതായത് ദൈവം നമ്മോട് കടപ്പെട്ടിരിക്കുന്ന പോലാണ് നമ്മുടെ പല ആഗ്രഹങ്ങളും. ദൈവമക്കളെ, നാം സേവിക്കുന്ന ദൈവം ഇങ്ങനത്തെ ഒരു ദൈവമല്ല. അങ്ങനെ പിടിച്ചു വെച്ച് അങ്ങനെ പ്രാർത്ഥിക്കേണ്ട ഒരു അവസ്ഥയിൽ നാം പോകരുത്. അങ്ങനെയുള്ള ദുരാഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിൽ കയറരുത്. അങ്ങനെ നാം ലോകത്തോട് അനുരൂപമാകരുത്. അതാണ് നാം ദൈവവചനത്തിൽ നിന്ന് പഠിക്കേണ്ടത്. ഈ രാവിലെ സമയം നാം ക്രിസ്തുവിനോട് അനുരൂപമായിരിക്കുക. നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റുന്ന ദൈവം, മുമ്പേ പറഞ്ഞു, ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞു, അതിനെ ആവർത്തിക്കുന്നില്ല. ആവശ്യങ്ങളെ നിറവേറ്റുന്ന ദൈവമാണ്. അതുകൊണ്ട് നാം വ്യസനിക്കേണ്ട, വ്യാകുലപ്പെടേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ ദുരാഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിനെ കവർന്നെടുക്കരുത്. ദുരാഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിൽ വന്ന് നിറയരുത്. ദൈവം വേണ്ടത് ചെയ്തോളൂ. ഇസ്രായേൽ മക്കളുടെ എക്സാമ്പിളാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ. അതാണ് പൗലോസ് പറയുന്നത്, ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു, അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടത് തന്നെ. അങ്ങനത്തെ മോഹങ്ങൾ വരരുത്, മോഹിക്കരുത്. ദൈവം നമുക്ക് ആവശ്യമുള്ളത് തരും. നമുക്ക് ദുർമോഹങ്ങൾ പാടില്ല, ദുരാഗ്രഹങ്ങൾ പാടില്ല. നാം കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കുമ്പോൾ, നാം ദൈവമക്കൾ എന്ന് നമ്മെ തന്നെ അഹങ്കാരത്തോടെ നമ്മൾ പറയുന്നതാണ്. നാം ദൈവമക്കളാണ്, അല്ലേ? നാം ദൈവത്തിന്റെ പൈതലാണ്, നാം ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതാണ്. അങ്ങനെ അഹങ്കാരത്തോടെ നമ്മൾ പറയുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിലും അത് പ്രതിഫലിക്കണം. അല്ലാതെ നമ്മൾ പറയുന്നതുകൊണ്ട് മാത്രമായില്ല. ആ ദുർമോഹങ്ങൾ നമ്മെ കീഴടക്കുവാൻ പാടില്ല. കീഴടക്കിയാൽ ഇസ്രായേൽ മക്കൾക്ക് വന്ന ഗതി നമുക്കും വരും. ദൈവം നമ്മിൽ പ്രസാദിക്കില്ല. ദൈവം അവരിൽ പ്രസാദിക്കാത്തതിന്റെ ആദ്യത്തെ കാരണമാണ് അവർ ദുർമോഹികൾ ആയി എന്നുള്ളതാണ്. രണ്ടാമത് 7-ാം വാക്യം, ജനം തിന്നുവാനും കുടിക്കുവാനും ഇരുന്നു, കളിക്കുവാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരോ പോലെ നിങ്ങൾ വിഗ്രഹാരാധികൾ ആകരുത്. വിഗ്രഹാരാധന നമുക്കറിയാം. കാളക്കുട്ടി ഉണ്ടാക്കിയ സംഭവം നമുക്കറിയാം. പുറപ്പാട് പുസ്തകം 32:1. എന്നാൽ മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്ന ജനം കണ്ടപ്പോൾ ജനം അഹരോന്റെ അടുക്കൽ വന്നുകൂടി അവനോട്, നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ദൈവത്തെ ഉണ്ടാക്കി തരിക. ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുവന്ന പുരുഷനായി മോശയ്ക്ക് എന്ത് ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. മോശ പർവ്വതത്തിന് മുകളിലേക്ക് പോയപ്പോഴാണ് അഹരോനോട് ഈ റിക്വസ്റ്റ് അവർ നടത്തിയത്. എന്നിട്ട് കാളക്കുട്ടി ഉണ്ടാക്കി, നിങ്ങൾക്കുള്ളതെല്ലാം കൊണ്ടുവന്ന്, നമുക്ക് ആ പശ്ചാത്തലം അറിയാം, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അവർ കാളക്കുട്ടി ഉണ്ടാക്കി. അങ്ങനെ ഒരു വിഗ്രഹത്തെ അവർ ഉണ്ടാക്കി ദൈവമായിട്ട്. അവരെ സംരക്ഷിച്ച, അവരെ അത്ഭുതകരമായ വഴി നടത്തിയ, അവർക്ക് ആവശ്യമുള്ളതെല്ലാം നൽകിയ ദൈവത്തെ മറന്നുകൊണ്ട് ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി, ഒരു കാളക്കുട്ടി ഉണ്ടാക്കി, അതിനെ ആരാധിക്കുന്ന ഇസ്രായേൽ മക്കൾ. എത്ര പരിതാപകരമായ അവസ്ഥയിലേക്കാണ് അവർ കൂപ്പുകുത്തിയത്. നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമുക്ക് ഐഡലായിട്ട് നമ്മൾ വിഗ്രഹങ്ങളെ ഇസ്രായേൽ മക്കൾ ഉണ്ടാക്കിയ പോലെ ഉണ്ടാക്കുന്നത്. എന്നാൽ ദൈവത്തെ റീപ്ലേസ് ചെയ്യുന്ന എത്രയധികം വിഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്, അല്ലേ? ദൈവത്തെ റീപ്ലേസ് ചെയ്യുന്ന, ദൈവത്തിന് പകരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അനേക വിഗ്രഹങ്ങളുണ്ട്. അത് ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളാവാം, നമ്മുടെ കുഞ്ഞുങ്ങളാകാം, നമ്മുടെ സഹോദരന്മാരാകാം, നമ്മുടെ ജോലിയാകാം, നമ്മുടെ വിദ്യാഭ്യാസമാകാം, നമ്മുടെ ഈ ലോകത്തിലെ മോഹങ്ങളാകാം. അതെന്തുമായിക്കൊള്ളട്ടെ, നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. നമ്മുടെ മനസ്സിന് മാത്രമേ നമ്മൾ അറിയത്തുള്ളൂ എന്താണ് ആ വിഗ്രഹം എന്നുള്ളത്. ആ വിഗ്രഹം എന്തായാലും അതിനെ മാറ്റിവെച്ച് ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം ദൈവത്തിന് കൊടുക്കുക. ദൈവം ഒരു ജലസ് ഗോഡാണ്. ഹീസ് എ ജലസ് ഗോഡ്, അല്ലേ? ദൈവത്തിന്റെ സ്ഥാനം മറ്റൊന്നിനും നമ്മുടെ ജീവിതത്തിൽ എടുക്കുവാൻ പാടില്ല, കവർന്നെടുക്കുവാൻ പാടില്ല. ദൈവമാണ്.
ദൈവത്തിനാണ് പ്രൈമറി ഫോക്കസ് നാം കൊടുക്കേണ്ടത്. ദൈവത്തിനാണ് നമ്മൾ പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ദൈവത്തിന്റെ സ്ഥാനം മറ്റൊന്നും കവർന്നെടുക്കുവാൻ പാടില്ല. അങ്ങനെ നാം കൊടുക്കുവാനും പാടില്ല. നമ്മൾ അത് അനുവദിക്കുവാനും പാടില്ല. ദൈവത്തിന് പ്രൈമറി ഫോക്കസ് കൊടുത്തുകൊണ്ട്, ദൈവത്തിന് പ്രൈമറി പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ആണ് നാം നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടത്. അതാണ് ദൈവം പറയുന്നത്. നിങ്ങൾക്ക് യാതൊരു 10 കമാൻഡ്മെന്റ്സിലും പറയുന്നുണ്ടല്ലോ, എന്നെ നിങ്ങൾ റീപ്ലേസ് ചെയ്യാൻ പാടില്ല, കാരണം ഞാൻ ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് വിഗ്രഹങ്ങളുണ്ടെങ്കിലും അതിനെ നാം മാറ്റിക്കളയണം, അതിനെ നാം നശിപ്പിച്ച് കളയണം. ദൈവത്തിന് പകരമായി നാം എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഈ രാവിലെ സമയം നമ്മുടെ മനസ്സിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിനെ മാറ്റിക്കളയുക. ദൈവത്തിനുള്ള സ്ഥാനം നാം ദൈവത്തിന് തന്നെ കൊടുക്കണം. നമ്മെ രക്ഷിച്ച, നമ്മെ സംരക്ഷിച്ച, നമുക്ക് ആവശ്യങ്ങളെ നിറവേറ്റുന്ന, നമ്മെ ഇത്രത്തോളം അത്ഭുതകരമായ വഴി നടത്തിയ, നമുക്ക് ആത്മീയ ആഹാരം നൽകി തന്ന, നമുക്ക് ആത്മീയ പാനീയം നൽകി തന്ന ദൈവത്തിന് പകരമായിട്ട് നാം ഒന്നിനെയും കൊണ്ടുവരാൻ പാടില്ല. എത്രത്തോളം പ്രിയമുള്ളതാണെങ്കിലും, ഈ ലോകത്തിൽ എത്രത്തോളം പ്രിയപ്പെട്ടതാണെങ്കിലും, എത്രത്തോളം പ്രിയമുള്ളതാണെങ്കിലും അത് ദൈവത്തിനെ റീപ്ലേസ് ചെയ്യാൻ പാടില്ല. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ അതാണ് സംഭവിച്ചത്. രണ്ടാമത്തെ പാപം വിഗ്രഹാരാധന. അവർ കാളക്കുട്ടി ഉണ്ടാക്കി, അവർ ദൈവത്തെ മറന്നു. തങ്ങളെ അത്ഭുതകരമായി നടത്തിയ, തങ്ങളെ അതിശയകരമായി നടത്തിയ, തങ്ങളെ മിസ്രൈമിൽ നിന്ന് രക്ഷിച്ച, ചെങ്കടലിൽ കൂടി നടത്തിയ ദൈവത്തെ മറന്നുകൊണ്ട് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി എന്നുള്ളതാണ് ഇസ്രായേൽ മക്കൾ ചെയ്ത ഏറ്റവും വലിയ പാതകം എന്ന് പറയുന്നത്. രണ്ടാമത്. മൂന്നാമത് നമ്മൾ കാണുന്ന എന്താണ്? 8-ാമത്തെ വാക്യം, അവരിൽ ചിലർ പരസംഗം ചെയ്തൊരു ദിവസത്തിൽ 23,000 പേര് വീണു പോയ പോലെ നാം പരസംഗം ചെയ്യരുത്. നമ്മളത് വായിക്കുന്നുണ്ട്. സംഖ്യാപുസ്തകം അതിന്റെ 25-ാം വാക്യം 25-ാം അധ്യായം 1-ാം വാക്യത്തിൽ, ഇസ്രായേൽ ശിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബിയ സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. അതായത് സെക്ഷുവൽ ഇമ്മൊറാലിറ്റി. അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. അങ്ങനെ പരസംഗം ചെയ്തു ഇസ്രായേൽ മക്കൾ. തങ്ങളുടെ വിശുദ്ധിയിൽ നിന്ന് അവർ മാറിപ്പോയി. അല്ലേ? ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. സെക്ഷുവൽ ഇമ്മൊറാലിറ്റി ആയിരിക്കണമെന്നില്ല നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ വിശുദ്ധിയിൽ നിന്ന് നാം വീണു പോയാൽ പിന്നെ നമ്മൾ എത്രത്തോളം താഴും അത്രത്തോളം നാം കൂപ്പുകുത്തും. അത്രത്തോളം ട്രാജിക് ആയിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത്. നമ്മുടെ വിശുദ്ധിയിൽ നിന്ന് നാം മാറരുത്. ദൈവം നമുക്കൊരു വിശുദ്ധി വെച്ചിട്ടുണ്ട്. നമ്മുടെ വിശുദ്ധിയുടെ അളവുകോൽ ക്രിസ്തുവാണ്. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ നമ്മൾ കാണുന്ന പോലെ ക്രിസ്തുവാണ് നമ്മുടെ വിശുദ്ധി. ക്രൈസ്റ്റ് ഇസ് അവർ സാങ്ക്ടിഫിക്കേഷൻ. ക്രിസ്തുവാണ് വിശുദ്ധിയുടെ അളവുകോൽ. ആ വിശുദ്ധിയിൽ നിന്ന് നാം വീണു പോകരുത്. ആ വിശുദ്ധി നാം കീപ്പ് ചെയ്യണം. ആ വിശുദ്ധി നാം കീപ്പ് ചെയ്യണമെങ്കിൽ എന്താണ് നമുക്ക് വേണ്ടത്? നമുക്ക് വേണ്ടത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവാണ് ദൈവം ദാനം ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തോടെ പരിശുദ്ധാത്മാവുണ്ട്. നമുക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ ദാനമായി നൽകി തന്നിരിക്കുകയാണ്. ആ പരിശുദ്ധാത്മാവ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ വരുമ്പോൾ, നമുക്ക് ദുരാഗ്രഹങ്ങൾ വരുമ്പോൾ, വി ഗിവ് ഇൻ ടു അവർ ഡിസയേഴ്സ്. അങ്ങനെ നാം നമ്മുടെ ആഗ്രഹങ്ങൾക്ക് നമ്മെ അടിമപ്പെടുത്തുമ്പോൾ സംഭവിക്കുന്ന വിശുദ്ധിയിൽ നിന്ന് വീണു പോവുക ചെയ്യുന്നത്. കർത്താവ് ആഗ്രഹിക്കുന്ന വിശുദ്ധിയുടെ പാതയിൽ നിന്ന് നാം ഓഫ് ട്രാക്ക് ആയിട്ട് പോയി നാം നമ്മുടെ ആഗ്രഹങ്ങൾക്ക് പുറകെ പോകും. അങ്ങനെ നാം വിശുദ്ധി നഷ്ടപ്പെടുത്തും. അങ്ങനെ ആയിരിക്കരുത് നാം. ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ചത് നമുക്ക് സംഭവിക്കരുത്. 23,000 പേരാണ് മരിച്ചു പോയത്, അല്ലേ? നമ്മൾ സംഖ്യാപുസ്തകത്തിൽ അത് വായിക്കുന്നുണ്ട്. 25-ന്റെ 1-ല് അവർ മോവാബിയ സ്ത്രീകളുമായി പരസംഗം നടത്തി. നമ്മുടെ ജീവിതത്തിൽ നാം ലോകവുമായി പരസംഗം നടത്താറുണ്ട്. ലോകത്തിലെ ആഗ്രഹങ്ങളുമായി നാം പരസംഗം നടത്താറുണ്ട്. നമ്മുടെ മോഹങ്ങൾ എന്ന് പറയുന്നത് അതിന് ഒരു അതിരില്ല. ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യന്റെ മോഹങ്ങൾക്ക് ഒരു അതിരുമില്ല, അല്ലേ? എത്രത്തോളമാകും അത്രത്തോളം ആകും. പക്ഷെ അതിന് നാം അനുരൂപമാകരുത്. 4-ാമത്തെ പാപം 9-ാം വാക്യം, അവരിൽ ചിലർ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചു പോയ പോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അടുത്ത വലിയ പാപം, ദൈവത്തെ അവർ പരീക്ഷിച്ചു. ഇസ്രായേൽ മക്കൾ. സംഖ്യാപുസ്തകം 21-ന്റെ 4 മുതൽ 6 വരെ, അവർ ഏദോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കലിന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. ദൈവത്തിന്റെ ക്ഷമയെ പരീക്ഷിച്ച ഇസ്രായേൽ മക്കൾ. അതാണ് 4-ാമത്തെ പാപം നമ്മൾ കാണുന്നത്. ദൈവം അവരിൽ പ്രസാദിക്കാഞ്ഞതിന്റെ 4-ാമത്തെ കാരണം, ദൈവത്തെ അവർ പരീക്ഷിച്ചു. ദൈവത്തിന്റെ ക്ഷമ അവർ പരീക്ഷിച്ചു. എന്താണ് അവർ പറയുന്നത്? മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്ത് കൊണ്ടുവന്നു എന്നതിന്. എങ്ങനെ പറയാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇത്രത്തോളം അവരെ നടത്തിയ ദൈവം അവർക്ക് സംരക്ഷണം കൊടുത്തു, അവർക്ക് അത്ഭുതം നടത്തിക്കൊടുത്തു. ദൈവം മോശയോട് അവർ സ്നാനമേറ്റു, അവർ ആത്മീയ ആഹാരം കഴിച്ചു, ആത്മീയ പാനീയം കുടിച്ചിട്ട് അവർ പറയാണ്, മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന എന്തിന്? ഞങ്ങൾ അവിടെ വെച്ച് മരിച്ചു പോകത്തില്ല. എന്തിനാണ് നിങ്ങൾ ഞങ്ങളെ കൊണ്ടുവന്നത്?
ഇവിടെ അപ്പവുമില്ല, വെള്ളവുമില്ല, ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു. അപ്പോൾ യഹോവ ജനത്തിനിടയിൽ അഗ്നി സർപ്പങ്ങളെ അയച്ചു, അവ ജനത്തെ കടിച്ചു, ഇസ്രായേലിൽ വളരെ ജനം മരിച്ചു. അങ്ങനെ അഗ്നി സർപ്പങ്ങളെ, ദൈവത്തിന്റെ ന്യായവിധി അവരുടെ മേലുണ്ടായി. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാപത്തിൽ നിന്നും രക്ഷിച്ച കർത്താവ് പാപത്തിലേക്ക് തിരികെ പോയാൽ ന്യായവിധിയുണ്ട്. അതിന് യാതൊരു സംശയവുമില്ല. പാപത്തിലേക്ക് നാം തിരികെ പോയാൽ ന്യായവിധിയുണ്ട്. അതുകൊണ്ട് പാപത്തിലേക്ക് നാം തിരികെ പോകരുത്. നാം കർത്താവിനെ വിട്ടിട്ട് പാപത്തിലേക്ക് തിരികെ പോകരുത്. ദൈവത്തെ നാം പരീക്ഷിക്കരുത്. ദൈവത്തിന്റെ ക്ഷമയെ നാം പരീക്ഷിക്കരുത്. 5-ാമത്തെ പാപം, 10-ാം വാക്യം, അവരിൽ ചിലർ പിറുപിറുത്ത് സംഹാരിയാൽ നശിച്ചു പോയതുപോലെ സംഹാരിയാൽ നശിച്ചു പോയവൻ നിങ്ങൾ പിറുപിറുക്കുകയും അരുത്. അപ്പോൾ ദൈവത്തെ അവർ പരീക്ഷിച്ചു. 5-ാമത് നമ്മൾ കാണുന്നത് പിറുപിറുപ്പ്. സംഖ്യാപുസ്തകം 14:2. ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുത്തു, അല്ലേ? ഇസ്രായേൽ മക്കൾ എല്ലാവരും പിറുപിറുത്തു. സഭയൊക്കെ അവരോട്, മിസ്രയീം ദേശത്ത് ഞങ്ങൾ പിന്നെയും പറയുകയാണ്, മിസ്രയീം ദേശത്ത് വെച്ച് ഞങ്ങൾ മരിച്ചു പോയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു, അല്ലെങ്കിൽ ഈ മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിച്ചു പോയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അതായത് അവരവരുടെ മരണം ആഗ്രഹിച്ചു. ദൈവം ഇത്രത്തോളം അവരെ അതിശയകരമായി അത്ഭുതകരമായി നടത്തിയിട്ട് അവർ ആഗ്രഹിച്ചത് അവരുടെ മരണമായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ വരണ്ടായിരുന്നു, ഞങ്ങളെ എന്തിനാണ് ദൈവം നടത്തിയത്? ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഇസ്രായേൽ മക്കൾ, ദൈവം അവരെ ഇത്രത്തോളം നടത്തിയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് ഇങ്ങനെ പിറുപിറുക്കുന്ന ദൈവത്തോട് യാതൊരുവിധ നന്ദിയുമില്ലാത്ത ഒരു ജനം, അല്ലേ? ദൈവത്തോട് യാതൊരുവിധ ഗ്രാറ്റിറ്റ്യൂഡോ താങ്ക്സോ പ്രൈസസോ ഇല്ലാത്തൊരു ദൈവജനം, അല്ലേ? അവർക്ക് അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ വെള്ളവും മന്നയും കൊടുക്കുമ്പോൾ അവർക്കൊരു സന്തോഷമുണ്ട്. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞോട്ട് പിന്നീട് അവർ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്: ഞങ്ങളെ എന്തിനാണ് കൊണ്ടുവന്നത്? ഞങ്ങൾ മിസ്രയീം ദേശത്ത് മരിച്ചു പോകത്തില്ലായിരുന്നു. എന്തിനാണ് ഞങ്ങളെ വിടുവിച്ചത്? എന്തിനാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്? നമ്മുടെയും ചോദ്യങ്ങൾ പലപ്പോഴും ഇതല്ലേ, അല്ലേ? നാം എന്തിനാണ് ഈ ഒരു അവസ്ഥയിലൂടെ പോകുന്നത്? ഞങ്ങൾ എന്തിനാണ് ഈ അവസ്ഥയിലൂടെ കടത്തിവിടുന്നത്? നമ്മുടെ പൂർവ്വ കാര്യങ്ങളൊക്കെ നമ്മൾ സൗകര്യപൂർവ്വം മറക്കും. ദൈവം നമ്മെ നടത്തിയത് നാം മറക്കും. അങ്ങനെ മറക്കുവാൻ പാടില്ല. അപ്പൊ അതാണ് ഈ 5 കൂട്ടം പാപങ്ങൾ നമ്മൾ കാണുന്നത്. ദൈവം എന്തുകൊണ്ടാണ് അവരിൽ പ്രസാദിക്കാഞ്ഞത്? ഒന്ന്, ഞാൻ പറഞ്ഞു, ദുരാഗ്രഹം. 2-ാമത് വിഗ്രഹാരാധന. 3-ാമത് പരസംഗം. 4-ാമത് ദൈവത്തെ അവർ പരീക്ഷിച്ചു, അല്ലേ? 5-ാമത് അവർ പിറുപിറുത്തു, അല്ലേ? അങ്ങനെ 5 കൂട്ടം പാപങ്ങൾ കാരണമാണ് ദൈവം അവരിൽ പ്രസാദിക്കാഞ്ഞത്. എന്നിട്ട് 11-ൽ പറയുന്നത്, ഇത് ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു, ലോകാവസാനം വന്നെത്തിരിക്കും, നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയുമിരിക്കുന്നു. അപ്പൊ പൗലോസ് ഇത് കൊരിന്ത്യ സഭയോട് പറയുന്നത് എന്തിനാണ്? ഇത് ദൃഷ്ടാന്തമാണ്. ടൈപ്പോസ് എന്ന ഗ്രീക്ക് പദമാണ്. ദിസ് ഇസ് എ ടൈപ്പ്, ദിസ് ഇസ് എൻ എക്സാമ്പിൾ. അപ്പം ഇത് ദൃഷ്ടാന്തമായി നമുക്ക് സംഭവിച്ചത് എന്തിനാണ്? നാം ഇത് ആവർത്തിക്കരുത് എന്നുള്ളത് കൊണ്ടാണ്. അതാണ് ഏറ്റവും വലിയ മുന്നറിയിപ്പ് പൗലോസ് ഇവിടെ കൊടുക്കുന്നത്, അല്ലേ? നിങ്ങൾ ഇത് ആവർത്തിക്കുവാൻ പാടില്ല. കാരണം നിങ്ങളുടെ പിതാക്കന്മാർ ഇത്രയൊക്കെയും ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെയും അത്ഭുതങ്ങളെയും പ്രാപിച്ചിട്ട് അവർ നടന്ന വഴി ഇതാണ്. അവര് പാപം ചെയ്യുക ചെയ്തത്. അവർ ഈ 5 വിധ പാപങ്ങൾ, 5 വിധ അനുഗ്രഹങ്ങൾ നമ്മൾ കണ്ടു. 5 വിധ അനുഗ്രഹങ്ങൾ പ്രാപിച്ചിട്ട് അവർ 5 വിധ പാപങ്ങളാണ് ചെയ്തത്. 5 കൂട്ടം പാപങ്ങളാണ് ചെയ്തത്. ഈ പാപങ്ങൾ കാരണം ദൈവം അവരിൽ പ്രസാദിച്ചില്ല. എന്നിട്ടാണ് നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിലേക്ക് നാം വരുന്നത്. ആകയാൽ താൻ നിൽക്കുന്നു തോന്നുന്നവൻ വീഴാതിരിക്കുവാൻ നോക്കിക്കൊള്ളട്ടെ. ഇതാണ് ഒരു വിശ്വാസിക്കുള്ള ഏറ്റവും വലിയ മുന്നറിയിപ്പ്, അല്ലേ? പലപ്പോഴും നമ്മുടെ സ്ഥിതി എന്താണ്? നാം ചിന്തിക്കുന്നത് നാം നമ്മുടെ കഴിവ് കൊണ്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ, അതിന്റെ അർത്ഥം എന്താണ്? നിൽക്കുന്നു എന്ന് തോന്നലാണ്. നമ്മൾ നിൽക്കുന്നില്ല. നമ്മൾ നിൽക്കുന്നു എന്ന് നമുക്ക് തോന്നലുള്ളത് എപ്പോഴാണ്? നമുക്ക് അഹംഭാവം ഉള്ളപ്പോഴാണ്, നമുക്ക് അഹങ്കാരം ഉള്ളപ്പോഴാണ്, നമുക്ക് നമ്മെ തന്നെ കുറിച്ചൊരു പ്രൈഡ്ഫുൾ ആയിട്ട് നാം ചിന്തിക്കുമ്പോഴാണ്, നമ്മളെ തന്നെ കുറിച്ച് പ്രൗഡായിട്ട് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് സെൽഫ് എന്ന തോന്നൽ ഉണ്ടാവുന്നത്. നാം നിൽക്കുന്നു എന്ന് തോന്നുന്നു എന്ന വിചാരം ഉണ്ടാവുന്നത്. ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ട ഒരാളാണെങ്കിൽ ഒരിക്കലും നിൽക്കുന്നു എന്ന് തോന്നത്തില്ല. കാരണം അവൻ ക്രിസ്തുവിനോട് അനുരൂപമായി ജീവിക്കുകയാണ്. ഏത് സമയവും പാപത്തിൽ അകപ്പെടാം, അല്ലേ? അതുകൊണ്ട് ഹമ്പിളായി താഴ്മയോടെ അവൻ ക്രിസ്തുവിന്റെ സന്നിധിയിലായിരിക്കും. അല്ലാത്തവൻ എന്താണ്? നിൽക്കുന്നു എന്ന് തോന്നും. അപ്പോൾ അവർ ചിന്തിക്കും, എൻ്റെ പാരമ്പര്യം, എൻ്റെ ശ്രേഷ്ഠത, എൻ്റെ കഴിവ്, ഇതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. എന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. എനിക്ക് വേണ്ടതെല്ലാം ഈ ലോകത്തിൽ കിട്ടുന്നുണ്ട്. എൻ്റെ ജഡമോഹങ്ങളെല്ലാം സഫലീകരിക്കപ്പെടുന്നുണ്ട്. എൻ്റെ ലോക സ്വഭാവങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഈ ലോകത്തിലുണ്ട്. ഞാൻ നിൽക്കുന്നു. എനിക്കിനി ഒന്നിൻ്റെ ആവശ്യമില്ല. പിന്നെ വേണമെങ്കിൽ പ്രാർത്ഥനയ്ക്ക് പോവാം, ഞായറാഴ്ച പള്ളിയിൽ നിന്ന് പോവാം, ഞായറാഴ്ച യോഗത്തിന് പോവാം, 2 മണിക്കൂർ 2.5 മണിക്കൂർ ദൈവത്തെ ആരാധിക്കാം. പിന്നെയും തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ഞാൻ ഈ ലോകത്തോട് അനുരൂപമായി ലോകമോഹങ്ങളെ ഒക്കെ ഇങ്ങനെ സാറ്റിസ്ഫൈ ചെയ്ത് ജീവിക്കുകയാണ്.
പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അതല്ലേ സംഭവിക്കുന്നത്. നാം നിൽക്കുന്നു എന്ന തോന്നൽ നമുക്കുണ്ടാവരുത്. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. 2 പത്രോസ് 2:9-10 നമുക്കറിയാം, കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ വിടുവിപ്പാനും നീതികെട്ടവരെ വിശേഷാൽ മലിന മോഹം കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുകയും കർത്തൃത്വത്തെ നിന്ദിക്കുകയും ചെയ്യുന്നവരെ തന്നെ ന്യായവിധി ദിവസത്തിലെ ദണ്ഡനത്തിനായി കാപ്പാനും അറിയുന്നുവല്ലോ. ന്യായവിധിയുണ്ട് പാപത്തിലേക്ക് നാം പോയാൽ. ഏറ്റവും വലിയ മുന്നറിയിപ്പാണ് പൗലോസ് നൽകുന്നത്, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ. ഇംഗ്ലീഷിൽ പറയുന്നത്, therefore let him who thinks he stands take heed that he does not fall. നാം നിൽക്കുന്നു എന്ന് തോന്നുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ കളിയാക്കുവാൻ തോന്നുന്നത്, അല്ലേ? നാം ഒരാൾ പാപത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ പ്രതികരണം എന്താണ്? അവൻ പാപം ചെയ്തു, എന്നെ കണ്ടോ, എന്നെപ്പോലെ വിശുദ്ധൻ വേറെ ആരുമില്ല, എന്നെപ്പോലെ അതിവിശുദ്ധൻ വേറെ ആരുമില്ല. അങ്ങനെ നാം അവരെ കളിയാക്കുക ചെയ്യുന്നത്. ആ ഒരു നിലപാട് പാടില്ല. അത് ലോകത്തിൽ നിന്ന് വരുന്ന, അത് പാപത്തിൽ നിന്ന് വരുന്നതാ. നിൽക്കുന്നു എന്ന് തോന്നുന്നത് എപ്പോഴാണ്? അവന്റെ വിശുദ്ധി നഷ്ടപ്പെടുമ്പോഴാണ്. അവന് വിശുദ്ധി ഉണ്ടെങ്കിൽ അവൻ ഒരിക്കലും അത് പറയത്തില്ല. അവന് താഴ്മയുണ്ടെങ്കിൽ ഒരിക്കലും അത് പറയത്തില്ല. ക്രിസ്തു എന്ന പാറമേൽ നിൽക്കുന്നവനാണ് ഒരിക്കലും പറയത്തില്ല ഞാൻ നിൽക്കുന്നുവെന്ന്. എൻ്റെ മോഹം, എൻ്റെ കഴിവ് കൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ സാമർത്ഥ്യം കൊണ്ടാണ്, എൻ്റെ പാരമ്പര്യം കൊണ്ടാണ് ഞാൻ നിൽക്കുന്നു എന്ന് തോന്നുന്ന ഒരുത്തൻ പറയുന്നെങ്കിൽ അത് അവന്റെ വിശുദ്ധി നഷ്ടപ്പെടുമ്പോഴാണ്, കർത്താവിൽ നിന്ന് മാറിപ്പോയെന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളട്ടെ. കാരണം എന്താണ്? പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞു ചുറ്റി നടക്കുന്നു. എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഒരു കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. എഫെസ്യർ 6:10. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ല എന്ന് നമ്മൾ ലേഖനത്തിൽ കാണുന്നുണ്ട്. നമ്മൾ അറിയാത്തവരല്ല. ആ തന്ത്രത്തിൽ നാം പെട്ടുപോകരുത്. ആ തന്ത്രത്തിൽ നാം അടിമപ്പെട്ടു പോകരുത്. നിൽക്കുന്നു എന്ന് തോന്നൽ നമുക്കുണ്ടാകരുത്. കാരണം നാം എപ്പോഴും താഴ്മ ധരിക്കണം. ഫിലിപ്പിയർ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ക്രിസ്തുവിന്റെ സ്വഭാവം എന്താണ്. ആ ക്രിസ്തുവിന്റെ അതേ ആറ്റിറ്റ്യൂഡ് നമ്മളിലും ഉണ്ടായിരിക്കണം. ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിലും ഉണ്ടായിരിക്കണം. ദൈവമായിരുന്നവൻ അല്ലേ ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു, മനുഷ്യനായി വേഷം ധരിച്ചു, മനുഷ്യനായി നമ്മുടെ ഇടയിൽ പാർത്തു. അത്രയും താഴ്മ ഒരാൾക്ക് ധരിക്കാൻ പറ്റുമോ? ദൈവം ആയിരുന്ന കർത്താവ് അത് വിട്ട്, സ്വർഗത്തെ വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് താഴ്മ ധരിച്ച കർത്താവ്. ആ കർത്താവാണ് നമ്മുടെ മോഡൽ, നമ്മുടെ എക്സാമ്പിൾ, നമ്മുടെ ഏറ്റവും വലിയ മോഡൽ എന്ന് പറയുന്നത്. ആ കർത്താവിനെ നാം ധരിക്കുന്നു എന്ന് പറയുന്നെങ്കിൽ നമുക്കൊരിക്കലും നിൽക്കുന്നു എന്ന തോന്നൽ ഉണ്ടാവുകയില്ല. ആ തോന്നലുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും കയറി വരികയാണെങ്കിൽ അതിനെ വെട്ടിക്കളയണം. അതിനെ നാം വെട്ടിക്കളയണം. ആ മോഹത്തെ വെട്ടിക്കളയണം. അത് ഒരു തരത്തിലുള്ള ദുർമോഹമാണ്, അതൊരു അതിമോഹമാണ്. ഞാൻ നിൽക്കുന്നു എന്ന് തോന്നുന്നു എന്ന് തോന്നലുണ്ടെങ്കിൽ അങ്ങനെ ഒരിക്കലും തോന്നരുത്. കാരണം പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞു ചുറ്റി നടക്കുന്ന വാക്യം നമ്മൾ വായിക്കുന്നത് എഫെസ്യർ 6-ൽ. ഏത് സമയത്തും നാം വീണു പോകാം, പക്ഷേ നമുക്കൊരു സെക്യൂരിറ്റി ഉണ്ട്. ക്രൈസ്റ്റ് ഈസ് അവർ സെക്യൂരിറ്റി. ക്രിസ്തുവാണ് നമ്മുടെ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ക്രിസ്തുവാണ്. നമ്മളത് എഫെസ്യ ലേഖനം 1-ൽ കാണുന്നുണ്ട്. നമ്മുടെ ഡൗൺ പേയ്മെന്റ് ആയ പരിശുദ്ധാത്മാവ് നമുക്കുണ്ട്. ആ പരിശുദ്ധാത്മാവ് നമ്മെ അനുദിനം വഴി നടത്തുന്ന വഴി നടത്തുന്ന ദൈവമാണ്. ആ പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടെത്തിക്കും അക്കരെ. പക്ഷേ ആ പരിശുദ്ധാത്മാവിനോട് കീഴ്പ്പെട്ട് വേണം നാം ജീവിക്കുവാൻ. ആ കീഴ്പ്പെടൽ നമുക്ക് എല്ലാ ദിവസവും ഇല്ലെങ്കിൽ നാം ഓഫ് ട്രാക്കായി പോകാം. നമുക്ക് സ്വയം എന്ന തോന്നൽ ഉണ്ടാകാം. അപ്പൊ ആ തോന്നൽ ഉണ്ടാകുവാണെങ്കിൽ നാം വെട്ടിക്കളയണം. മുളയിലെ നുള്ളുക നമ്മൾ മലയാളത്തിൽ പ്രയോഗമുണ്ടല്ലോ. അങ്ങനത്തെ മോഹങ്ങളെ നാം മുളയിലെ നുള്ളണം. കാരണം അത് വളർന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്കും അത് ആപത്താണ്. എന്നിട്ടാണ് 13-ാം വാക്യം, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയേണ്ടതിന് പരീക്ഷയുടെ കൂടെ അവൻ പോക്ക് വഴി ഉണ്ടാക്കും. ഇവിടുത്തെ പരീക്ഷ എന്ന് പറയുന്നത് ടെംപ്റ്റേഷൻ ആണ്. അപ്പൊ പലപ്പോഴും ഇതിനെ മിസ്കോട്ട് ചെയ്യാറുണ്ട്. ദൈവം നമുക്ക് പറ്റുന്നതിനേക്കാൾ ഒന്നും കൂടുതൽ തരത്തില്ല. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ, ഈ ഒരു പശ്ചാത്തലത്തിൽ ഇത് പരീക്ഷ, ടെംപ്റ്റേഷനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ പശ്ചാത്തലത്തിൽ പൗലോസ് പറയുന്നത് നിങ്ങൾക്ക് പരസംഗം ചെയ്യുവാനുള്ള പരീക്ഷ, ദുരാഗ്രഹം ചെയ്യുവാനുള്ള പരീക്ഷ, വിഗ്രഹാരാധന ചെയ്യുവാനുള്ള പരീക്ഷ, ദൈവത്തെ പരീക്ഷിക്കാൻ വരുന്ന ടെംപ്റ്റേഷൻസ്, പിറുപിറുപ്പ് ഉണ്ടാകുവാനുള്ള ടെംപ്റ്റേഷൻസ്, ഈ ടെംപ്റ്റേഷൻസിനെയാണ്, ഈ പരീക്ഷകളെയാണ് പൗലോസ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അതിനെയാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ ഈ 5 വിധ പാപങ്ങൾ ചെയ്യുവാനുള്ള പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്ക് വഴി ഉണ്ടാക്കും. അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിൽ നമ്മളത് പഠിക്കേണ്ടത്. അപ്പൊ പാപങ്ങളുടെ പരീക്ഷകളെ നാം നേരിടുമ്പോൾ ദൈവം അതിനൊരു പോക്ക് വഴി ഉണ്ടാക്കും. ദൈവം തന്റെ കൃപ അധികമായി നമുക്ക് നൽകിത്തരും. അതെ,
അതിൽ നിന്ന് നമുക്ക് എസ്കേപ്പ് ആകുവാൻ ദൈവം തൻ്റെ കൃപ നമ്മുടെ മേൽ പകരും. ദൈവം തൻ്റെ കരുണ നമ്മുടെ മേൽ വർഷിക്കും. അങ്ങനെ ഈ പാപത്തിന്റെ പരീക്ഷയിൽ നാം ഏർപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ആ പാപത്തിന്റെ പരീക്ഷയിൽ നാം അകപ്പെടുമ്പോൾ, ആ പരീക്ഷയിൽ നമുക്ക് വിജയശ്രീലാളിതരായി വിജയികളായി നമുക്ക് പുറത്തു വരാൻ കഴിയും. എങ്ങനെ? കർത്താവിന്റെ കൃപയാൽ. അതാണ് ദൈവത്തിന്റെ പോക്കുവഴി എന്ന് പറയുന്നത്. അതിൽ നിന്ന് പുറത്തു കടക്കുവാൻ ദൈവത്തിന്റെ കൃപ ദൈവം നമുക്ക് നൽകിത്തരും. അപ്പൊ അതാണ് പൗലോസ് പറയുന്നത്, മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. അതായത് കൊരിന്ത്യ സഭ നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. കാരണം എന്താണ്? നിങ്ങൾ നേരിടാത്തതിന്റെ കാരണം എന്താണ്? നിങ്ങൾ വിശ്വസ്തരായോണ്ടല്ല, നിങ്ങൾ വിശുദ്ധരായോണ്ടല്ല, മറിച്ച് ദൈവം വിശ്വസ്തനായതുകൊണ്ടാണ്. അല്ലെ? അവിടെയും ഗ്ലോറി ദൈവത്തിനാണ്, മാനവ മഹത്വം ദൈവത്തിനാണ്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഏതുവിധ കാര്യത്തിനും നമ്മുടെ മഹത്വം ദൈവത്തിന് പോട്ടെ, നമ്മുടെ മഹത്വം ദൈവത്തിനായിരിക്കട്ടെ. ദൈവം വിശ്വസ്തനായതുകൊണ്ടാണ് നിങ്ങൾ പരീക്ഷ നേരിടാത്തത്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനത്തെ പരീക്ഷകൾ നേരിട്ടിട്ടില്ലെങ്കിൽ അതിന് കാരണം ദൈവം വിശ്വസ്തനായതുകൊണ്ടാണ്. എന്നാൽ പൗലോസ് പറയും, നിങ്ങൾക്ക് കഴിയുന്നതിന്റെ മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴി ഉണ്ടാക്കും. അപ്പോൾ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട്. ആ പരീക്ഷ സഹിക്കുവാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ദൈവം പോക്കുവഴി ഉണ്ടാക്കുന്നതുകൊണ്ടാണ്, അല്ല നമ്മുടെ കഴിവുകൊണ്ടല്ല. അവിടെയും നമ്മുടെ കഴിവിന് യാതൊരു സ്ഥാനവും, നമ്മുടെ പാരമ്പര്യത്തിന് യാതൊരു സ്ഥാനവുമില്ല, നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല. ദൈവത്തിന്റെ മനസ്സലിവാണ്, ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ കരുണ കാരണമാണ് ആ പരീക്ഷ നമുക്ക് സഹിക്കുവാൻ കഴിയുന്നത്. അങ്ങനെ പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. അപ്പോൾ ദൈവം അതിൽ നിന്ന് നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ ഒരു വഴി ഉണ്ടാക്കും. ചിലപ്പോൾ ദൈവം തന്റെ കൃപയായിരിക്കും നമ്മുടെ മേൽ പകരുന്നത്. ചിലപ്പോൾ ആ പരീക്ഷ നേരിടാതെ അത് ദൈവം ഒഴിവാക്കി തരും. അപ്പൊ ദൈവം പല വിധത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഓരോരുത്തരുടെ ജീവിതത്തിൽ ഒരേപോലെ ആയിരിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ ഒരാളുടെ ജീവിതം കണ്ട് നമ്മൾ വിധി എഴുതരുത് ദൈവം ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. ദൈവം നമ്മുടെ ബ്രെയിനിൽ കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് ദൈവം എന്ന് പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ വഴികളും ദൈവത്തിന്റെ പ്രവർത്തിക്കുന്ന രീതിയും ഒക്കെ നമുക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റും, നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത രീതി. ഗോഡ് ഇസ് ഔട്ട് ഓഫ് സ്പേസ് ആൻഡ് ടൈം, അല്ലേ? അപ്പൊ ദൈവത്തിന് നമ്മൾക്ക് ചിന്തിക്കാൻ അപ്പുറമായാണ് ദൈവത്തിന്റെ പ്രവർത്തികൾ, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കാണുമ്പോൾ നമ്മൾ എന്നായി പോകുന്നത്. നമ്മൾ ചിന്തിക്കുക എങ്ങനെ ദൈവത്തിന് ഇത് കഴിയുന്നു എന്നുള്ളത്. അങ്ങനെയാണ് ദൈവത്തിന്റെ പ്രവർത്തികൾ. അപ്പോൾ ചിലപ്പോൾ പരീക്ഷ സഹിക്കുവാനുള്ള കൃപ ദൈവം നമുക്ക് നൽകിത്തരും. ചിലപ്പോൾ ഒരാള് വീക്കാണെങ്കിൽ ആ പരീക്ഷ നേരിട്ടാൽ ചിലപ്പം പാപം ചെയ്യുമെന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ പരീക്ഷ ദൈവം ഒഴിവാക്കി തരും. പക്ഷേ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നാം എല്ലാം പലവിധ പരിശോധനകളിലൂടെ പോകണം, പലവിധ പരീക്ഷകളിലൂടെ പോകേണ്ടി വരും. ആ പരീക്ഷകളിലൂടെ പോകുന്ന എന്തിനാണ്? ഞാൻ കുറെ മാസം മുമ്പ് ബോസ്റ്റൺ പ്രയർ പ്രസംഗത്തിൽ പറഞ്ഞു, നമ്മെ റിഫൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്, ദൈവത്തോട് അടുപ്പിക്കുകയാണ്. സ്വർണം അല്ലെങ്കിൽ പൊന്ന് തീയിലൂടെ ശോധന ചെയ്യുന്നത് പോലെ നമ്മെ ദൈവം ശോധന ചെയ്യുകയാണ് പരീക്ഷകളിലൂടെ. എന്തിനാണ്? ആ പരീക്ഷകളെ അതിജീവിക്കുവാൻ, അതിലൂടെ ക്രിസ്തുവിനോട് നാം അടുക്കുവാൻ, അതിലൂടെ ക്രിസ്തുവിനോട് അനുരൂപമാകുവാൻ, അതിലൂടെ ഈ പാപങ്ങൾ ചെയ്യാതിരിക്കുവാൻ, അതിലൂടെ ഈ പാപത്തിൽ ഏർപ്പെടാതിരിക്കുവാൻ, അതിലൂടെ ലോകമോഹങ്ങൾ നമ്മുടെ അകത്ത് വരാതിരിക്കുവാൻ, ക്രിസ്തുവിനോട് അനുരൂപമായി ദൈവം നടത്തുന്ന പ്രക്രിയകളാണ് ഈ പരീക്ഷകൾ എന്ന് പറയുന്നത്. ആ പരീക്ഷ സഹിക്കുവാനുള്ള കൃപ ദൈവം നമുക്ക് നൽകിത്തരും. തന്റെ പരിശുദ്ധാത്മാവിനെ നമ്മിലേക്ക് അയച്ചു തന്നിരിക്കുന്നത് ആ പരിശുദ്ധാത്മാവിനാൽ ഈ പാപത്തോട് പോരാടി ജയിക്കുവാനാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് 12:4, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. എബ്രായ ലേഖനകർത്താവ് ലേഖനം എഴുതി പറയുവാണ്, നമ്മൾ പ്രാണത്യാഗത്തോളം എതിർത്തില്ല. നമ്മുടെ സ്ഥിതി അത് തന്നെയാണ്. പാപത്തോട് നമ്മൾ പോരാടുമ്പോൾ നമ്മൾ പ്രാണത്യാഗത്തോളം ഒന്നും എതിർത്ത് നിന്നിട്ടില്ല. പലപ്പോഴും ഒരു പൊത്തുപൊരുത്തത്തിൽ കുറച്ച് പാപവും ചെയ്യാൻ, കുറച്ച് വിശുദ്ധിയും കൊണ്ട് പോകുമ്പോൾ അങ്ങനെ ഒരു പൊത്തുപൊരുത്തത്തിലാണ് നാമും പോകുന്നത്. കാരണം ഇപ്പം കൃപായുഗമല്ലേ, ദൈവം കൃപ തരും, ഇപ്പൊ ഒന്നും ന്യായവിധി ഒന്നും വരുത്തൊന്നുമില്ല, പിന്നെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ക്ഷമ ചോദിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങ് ഏർപ്പെടും. അങ്ങനെ ആകരുത്. ഇസ്രായേൽ മക്കളുടെ ജീവിതമാണ് നമ്മുടെ ദൃഷ്ടാന്തം എന്ന് പറയും. ഇസ്രായേൽ മക്കളുടെ അവസ്ഥ നമ്മൾ കണ്ടുവല്ലോ. അപ്പൊ അതാണ് നമ്മുടെ ദൃഷ്ടാന്തം എന്ന് പറയുന്നത്. അപ്പോഴാണ് നാം റോമർ 8:28 മനസ്സിലാക്കേണ്ടത്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അതായത് ഈ ജീവിതത്തിലെ പരീക്ഷകളും പരിശോധനകളും കഷ്ടതകളും എല്ലാം നന്മയ്ക്കാണ് കൂടി വ്യാപരിക്കുന്നത്. നമ്മൾ ഈ വാക്യം എപ്പോഴും കോട്ട് ചെയ്യുന്നത് നമുക്ക് നല്ല കാര്യങ്ങൾ വരുമ്പോഴാണ്. നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും, എല്ലാ സഫറിങ്സും, എല്ലാ ശോധനയും, എല്ലാ പരീക്ഷകളും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ആ നന്മ എന്താണ്?
ഫൈനലി നടക്കാൻ പോകുന്ന തേജസ്കരണം. അതാണ് ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത്. അതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. നാം ക്രിസ്തുവിനോട് പൂർണ്ണമായി അനുരൂപമാകുന്ന വേള, ആ വേള എന്ന് പറയുന്നത് നമ്മുടെ തേജസ്കരണം നടക്കുമ്പോഴാണ്. നാം ശാരീരികമായും ആത്മീയമായും എല്ലാം പൂർണ്ണമായി തേജസ്കരിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്, അല്ലേ? നാം ഗ്ലോറിഫൈഡ് ആകും. അതാണ് ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത്. അപ്പൊ ഈ ലോകത്തിൽ നാം നേരിടുന്ന പരീക്ഷകളും നമ്മുടെ എല്ലാവിധ ടെംപ്റ്റേഷൻസും ട്രയൽസും എല്ലാം ആ നന്മയ്ക്ക് കൂടി വ്യാപരിക്കുന്നു. പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 8 വായിക്കുന്നുണ്ട്, ഈ ലോകത്തിലെ നിത്യത തേജസ്സിന്റെ ഘനം ഓർക്കുമ്പോൾ ഈ കഷ്ടങ്ങൾ സാരമില്ല. ഇവിടുത്തെ പരിശോധനകൾ സാരമില്ല, കാരണം നിത്യ തേജസ്സിന്റെ ഘനം നാം എപ്പോഴും ഓർക്കണം. ആ നന്മ നാം ഓർക്കണം, കാരണം ഇതെല്ലാം നന്മയ്ക്കാണ് കൂടി വ്യാപരിക്കുന്നത്. അങ്ങനെ ക്രിസ്തുവിനോട് നാം അനുരൂപമാകാൻ പോകുന്നൊരു വേള വരാൻ പോവുകയാണ്. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. ഈ ആസന്നമായിരിക്കുന്ന ഈ വേളയിൽ ഇന്ന് നാം പഠിച്ച ഈ വേദവചനം, ഈ വേദഭാവം നാം നമ്മുടെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഈ വേദവചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തിക തലത്തിലേക്ക് നാം കൊണ്ടുവരണം. അപ്പൊ നമ്മൾ എന്താണ് ഇന്ന് പഠിച്ചത്? നമ്മൾ 5 വിധ അനുഗ്രഹങ്ങൾ അവർക്ക് കിട്ടിയത് പഠിച്ചു, അല്ലേ? ദൈവത്തിന്റെ സംരക്ഷണം ഇസ്രായേൽ മക്കൾക്ക് ലഭിച്ചു. അവർ സമുദ്രത്തിലൂടെ കാണുന്ന അത്ഭുത പ്രവൃത്തികളെ, അവർ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളെ കണ്ടു. അവർ മോശയോട് സ്നാനമേറ്റ് ചേർന്നു, മോശയോട് ഐഡന്റിഫൈ ചെയ്തു. അവർ ആത്മീയ ആഹാരം കഴിച്ചു, ആത്മീയ പാനീയം കുടിച്ചു. അങ്ങനെ 5 വിധ അനുഗ്രഹങ്ങൾ അവർ പ്രാപിച്ചു. പക്ഷെ എന്നിട്ട് എന്താ അവർ ചെയ്തത്? അവർ 5 വിധ പാപങ്ങളും ചെയ്തു, അല്ലേ? ഇത്രയും അനുഗ്രഹങ്ങൾ പ്രാപിച്ചിട്ട് 5 വിധ പാപങ്ങളും ചെയ്തു. എന്താണ് അവർ ചെയ്ത പാപങ്ങൾ? നമ്മൾ കണ്ടു. അവർക്ക് ദുരാഗ്രഹം വന്നു, അവർ വിഗ്രഹാരാധന നടത്തി, അവർ പരസംഗം ചെയ്തു, അവർ ദൈവത്തെ പരീക്ഷിച്ചു, പിന്നീട് അവർ ദൈവത്തോട് പിറുപിറുത്തു, അല്ലേ? അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? ദൈവം അവരിൽ പ്രസാദിച്ചില്ല. അപ്പൊ അതിന്റെ ആപ്ലിക്കേഷൻ എന്താണ്? അത് നമുക്ക് ദൃഷ്ടാന്തമാണ്. നാം അവരെ പോലെ ആകരുത്, നാം അവർ ചെയ്തത് ആവർത്തിക്കരുത്, അല്ലേ? എന്നിട്ടാണ് പൗലോസ് പറയുന്നത്, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. അതാണ് ഏറ്റവും വലിയ മുന്നറിയിപ്പ് ഒരു വിശ്വാസിക്ക്. നാം നിൽക്കുന്നു എന്ന് തോന്നൽ ഉണ്ടാവരുത്. അങ്ങനെ ഒരു തോന്നൽ നമ്മുടെ മനസ്സിൽ വന്നാൽ അത് മുളയിലേ നുള്ളണം, അത് വെട്ടിക്കളയണം. നാം താഴ്മയോടെ ദൈവസന്നിധിയിലായിരിക്കണം, ആരാധനയോടെ, സ്തോത്രത്തോടെ, സ്തുതിയോടെ. ദൈവമാണ് എന്നെ അനുദിനം നടത്തുന്നത്. ദൈവമില്ലാതെ എനിക്കൊന്നുമില്ല, ദൈവമില്ലാതെ എനിക്കൊന്നും ചെയ്യുവാൻ പറ്റുകയില്ല. ദൈവത്തിന് പൂർണ്ണ മാനവും മഹത്വവും കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ജീവിതം, ഈ ക്രിസ്തീയ ജീവിതം ഈ ലോകത്തിൽ നാം നയിക്കേണ്ടത്. താഴ്മയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. എന്നിട്ട് പരീക്ഷ സഹിക്കുവാനുള്ള കൃപ ദൈവം നൽകിത്തരുമെന്ന് പൗലോസ് പറയുന്നുണ്ട്. ആ പോക്ക് വഴി ദൈവം നൽകിത്തരും. ചിലപ്പോൾ പരീക്ഷ ഒഴിവാക്കും, ചിലപ്പോൾ പരീക്ഷ നാം സഹിക്കേണ്ടി വരും. അതെന്ത് തന്നെ ആയാലും ദൈവത്തിന്റെ കൃപ ദൈവം അധികമായി നമ്മുടെ ഉള്ളിൽ പകരും, ദൈവം നമുക്ക് നൽകിത്തരും. അങ്ങനെ കൃപ പ്രാപിച്ചുകൊണ്ട് ഈ ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കാൻ ദൈവം സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. അമേൻ. താങ്ക് യു പാസ്റ്റർ. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കർത്തദാസൻ ഇന്ന് നമ്മളെ വേദപഠനം സഹായിച്ചുവല്ലോ.